ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ മുമ്പത്തെ സെഷനിൽ ഡോക്ടർ ആഷിഖ് ഡിസ്കസ് ചെയ്ത പോലെ നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ ഇതുവരെ സംസാരിച്ച എല്ലാവരും പറഞ്ഞ ഒരു കോമൺ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് അല്ലെങ്കിൽ എൻട്രൻസ് അത് അൾട്രാ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമുള്ള ഒരു സംഭവമല്ല. എനിബഡി ക്യാൻ ക്രാക്ക്. ഓക്കെ, നമ്മൾക്ക് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്, നമ്മൾ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം മാത്രമാണ് എൻട്രൻസ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദി ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് യു റൈറ്റ്. എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ആണ്. സോ ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ആകുന്നതുകൊണ്ട് അതിന്റെ ഒരു ബാഡ് സൈഡ് നമുക്കുണ്ട്. അതായത് എന്താ, നമ്മളൊരു ക്വസ്റ്റ്യൻ നെഗറ്റീവ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, തെറ്റായ ഒരു ആൻസർ മാർക്ക് ചെയ്ത് നമുക്ക് -1 മാർക്ക് അടിക്കും. പക്ഷേ അതിനേക്കാളും ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. കാരണം 4 ഓപ്ഷൻസ് നമ്മൾ മുമ്പിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ തന്ന 4 ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ ഏതാന്ന് മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതാണ് നമ്മുടെ പർപ്പസ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഡിസ്കഷന്റെ ഹെഡിങ് തന്നെ ശ്രദ്ധിച്ചോ? ഫിസിക്സ് സോൾവ് ഇറ്റ് ലൈക്ക് എ പസിൽ. ബിക്കോസ് ഐ ലവ് ഫിസിക്സ് ലൈക്ക് എ പസിൽ. ഓക്കെ, എനിക്ക് ഫിസിക്സ് ഒരു പസിൽ പോലെയാണ് ഇഷ്ടം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇക്വേഷൻസും ഒരുപാട് എന്താ പറയുക ലോസ് ഓഫ് മോഷൻസും അങ്ങനത്തെ കുറേ ഡിഫൈൻഡ് ബൗണ്ടറീസ് വെച്ചിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ല ഫിസിക്സ്. ഓക്കെ, സോ നമ്മൾ ഒരു പസിൽ പോലെ നമ്മൾ ചെറുപ്പം മുതലേ സോൾവ് ചെയ്യുന്ന ഒരു ജിക്സോ പസിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പസിൽ പോലെ നമ്മൾക്ക് അറിയാവുന്ന കൺസെപ്റ്റ്സ് വെച്ചിട്ട് നമുക്ക് ഏതൊരു ക്വസ്റ്റിനും അപ്രോച്ച് എങ്ങനെ ചെയ്യാം, അതാണ് നമ്മൾ ഈ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് ഇതിൽ എത്ര പേർക്കാണ് ഫിസിക്സ് ടഫ് എന്ന് പറയുന്നത്? ഹൗ മെനി ഓഫ് യു സേ ദാറ്റ് ഫിസിക്സ് ഇസ് എ ടഫ് സബ്ജക്ട്? Okay, so I'm getting many comments by this time itself that everyone is saying that physics is a tough subject. പക്ഷെ എനിക്ക് പേഴ്സണലി ഫിസിക്സ് ഇതുവരെ ഒരു ടഫ് സബ്ജക്റ്റ് ആയിട്ട് തോന്നിയിട്ടേ ഇല്ല. ഫോർ മീ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സബ്ജക്ട്. ഓക്കെ, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാനിപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ബൈ പ്രൊഫഷൻ ഐ എം എ ഡോക്ടർ. അപ്പോൾ MBBS കഴിഞ്ഞു, ഞങ്ങൾ ഒരുപാട് സബ്ജക്ട്സ് പഠിച്ചു. അപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ ഈ കരിയർ ഇതുവരെ എത്തിയത് വരെ ഞാൻ ഒരുപാട് സബ്ജക്ട്സ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ എല്ലാ സബ്ജക്റ്റുകളും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട് ഈസ് ഫിസിക്സ്. മൈ ഫേവറേറ്റ് സബ്ജക്ട് ടിൽ ദ ഡേറ്റ് ഈസ് ഫിസിക്സ്. ഓക്കെ, അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഒരു കാര്യം മഗ്ഗപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. ആ അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരുപാട് വേസിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലോർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ്. അപ്പോൾ നിങ്ങൾ ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എക്സാം പർപ്പസിന് മാത്രമല്ല, ഫോർ എനിത്തിങ് നിങ്ങൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും റിലേറ്റ് ചെയ്യുക. ഫോർ ടു ദി ഫിസിക്കൽ വേൾഡ്. നമ്മുടെ ശരിക്കുള്ള ലോകത്ത് നമ്മൾ ദിവസം കാണുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു എൻ്റെ ബൈക്കിൽ അല്ലെങ്കിൽ ഞാൻ നടന്നിട്ട് ഒരു കയറ്റം കയറുകയാണ്. അപ്പോൾ കയറ്റം കയറുമ്പോൾ ഇങ്ങനെ ആലോചിക്കുക, അപ്പോൾ എൻ്റെ mg sin θ ആയിരിക്കും എൻ്റെ മൊത്തം വെയിറ്റിന്റെ ബാക്കിലോട്ടുള്ള വെയിറ്റ്, അല്ലെങ്കിൽ g sin θ ആയിരിക്കും എൻ്റെ താഴോട്ടുള്ള ആക്സലറേഷൻ. അല്ലെങ്കിൽ ഞാനൊരു കിണറിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ വെള്ളം കോരുകയാണ്. അപ്പോൾ വെള്ളം കോരുമ്പോൾ ഞാൻ ആലോചിക്കുക, ഞാൻ ഇവിടെ F ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പുള്ളി ഉള്ളത് കൊണ്ട് അത് F/2 ആയിട്ട് അപ്പുറത്ത് വരും. അപ്പോൾ വെറുതെ ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ ആലോചിക്കുന്നതുകൊണ്ട് നമുക്ക് രണ്ട് മെച്ചുണ്ട്. You will get it in the either way. You will get the benefit in the either way. Either way എന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിനൊരു ഫിസിക്കൽ മീനിങ് ഉണ്ടാവും. ആ ഫിസിക്കൽ മീനിങ്ങും നിങ്ങൾക്ക് MCQ സോൾവിംഗ് പർപ്പസിനും യൂസ് ചെയ്യാം. ഓക്കെ, ആ ഫിസിക്കൽ മീനിങ് നിങ്ങൾക്ക് MCQ സോൾവിംഗ് പർപ്പസിന് യൂസ് ചെയ്യാം. അത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ സബ്സിക്വന്റ് സെഷൻസിൽ കുറച്ച് എക്സാമ്പിൾസ് വെച്ച് പറയും. എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ഇത് പറയാൻ ഏറ്റവും സുഖം. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നേരെ തിരിച്ചും ഐദർ വേ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പഠിച്ച സാധനം, നമ്മൾ ടെക്സ്റ്റിൽ പഠിക്കുന്ന ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഫിസിക്കൽ വേൾഡിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങളെ വീട്ടിലൊരാൾക്ക് ഇപ്പം അത്ര നമ്മളെ പോലെ +2 ഫിസിക്സ് ഒന്നും പഠിക്കാത്ത ഒരാൾക്ക് പല കാര്യങ്ങളും അവർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എത്തിപ്പെടാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ശരിയല്ലേ? അപ്പം അതാണ് ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾസ്. ഒരു പുള്ളിയുടെ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കേസസ് നമ്മുടെ റിയൽ ലൈഫിൽ വരും. അപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു മൂവി കാണാണ്, ഒരുപാട് സയന്റിഫിക് ഫിക്ഷൻ സൈഫൈ മൂവീസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ അങ്ങനത്തെ മൂവീസ് കാണുമ്പോൾ അവർ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പല സയന്റിഫിക് കൺസെപ്റ്റ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ യുവർ ബ്രെയിൻ വിൽ കീപ് ഓൺ റിപ്പയറിംഗ്. ഓക്കെ, നിങ്ങളുടെ ബ്രെയിൻസിലെ പുതിയ ന്യൂറോൺസ് തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യും. ഫോർ എക്സാം സോൾവിംഗ് പർപ്പസിൽ നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്യുമ്പോൾ ആ പുതുതായി കണക്ഷൻസ് ഉണ്ടായ ന്യൂറോൺസ് ഫയർ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ വരും. അപ്പോൾ നിങ്ങൾ എന്തെല്ലാം കാണുന്നോ അതിനെ കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയ
ഒരു സബ്ജക്റ്റ് ഫിസിക്സിനെ പോലെ വേറില്ല. ഓക്കെ, സോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കുറച്ച് ട്രിക്സ് വെച്ചിട്ടായിരിക്കും സോൾവ് ചെയ്യുന്നത്. ഓക്കെ, കൺവെൻഷണൽ വേ ഉണ്ട്, സ്റ്റാൻഡേർഡ് വേ ഓഫ് സോൾവിങ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. അത് നമ്മൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾ രജിസ്ട്രേഷൻ വഴി നിങ്ങളുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് ആർ +2. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +1 ടോപ്പിക്സ് ആണ് മെയിൻലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആ +1 ആണെങ്കിൽ നമുക്ക് +1 സ്റ്റുഡൻസിനും മനസ്സിലാവും, +2 സ്റ്റുഡൻസിനും മനസ്സിലാവും, റിപ്പീറ്റേഴ്സിനും മനസ്സിലാവും. ഓക്കെ, അപ്പം 3 പേർക്കും എല്ലാ ഗ്രൂപ്പ്സിനും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് ഈ ട്രിക്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിക്സ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഉപകാരം, യു ക്യാൻ സോൾവ് ദി ക്വസ്റ്റ്യൻസ് വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എന്താവും, നിങ്ങൾക്ക് ആ ബാക്കി വരുന്ന സമയം വേറെയുള്ള ക്വസ്റ്റ്യനിലോട്ട് ഉപയോഗിക്കാം. അതൊരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമിൽ 3 ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഒരു എക്സാമിനർ സെറ്റ് ചെയ്യുക. 1 വിൽ ബി ഈസി, സെക്കൻഡ് 1 വിൽ ബി മീഡിയം ആൻഡ് ദി തേർഡ് 1 വിൽ ബി ഹാർഡ്. ഈ ഈസി ആൻഡ് മീഡിയം ഒരു എൻട്രൻസിന് പ്രിപ്പയർ ചെയ്ത മെജോറിറ്റി ഓഫ് പീപ്പിളും സോൾവ് ചെയ്യും. ഓക്കെ, ഒരു മോർ ദാൻ 80 or 90% ഓഫ് പീപ്പിൾ ക്യാൻ സോൾവ് ദിസ് ഈസി ആൻഡ് മീഡിയം ക്വസ്റ്റ്യൻസ്. ഓക്കെ, ബട്ട് സ്പീക്കിംഗ് ഓഫ് ദിസ് ഹാർഡ് വൺ, ഈ ഹാർഡ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതാണ് റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുക. ശരിയല്ലേ? ഈ ഹാർഡ് ക്വസ്റ്റ്യൻസിൽ എത്ര എണ്ണം ഒരാൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ അതാണ് അയാളുടെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഒക്കെ അടിക്കുന്ന ആൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഹാർഡ് ക്വസ്റ്റ്യൻസിൽ ഒരുപാടെണ്ണം സോൾവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഈ ഹാർഡ് ക്വസ്റ്റ്യൻസിനെയും കൂടി അപ്രോച്ച് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ക്വസ്റ്റ്യൻസ് വഴി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഓരോ പുതിയ ട്രിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യായിരിക്കും. ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 1/2 or 45 minute സെഷൻ ആണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്, നമുക്ക് ഒരുപാട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒന്നും സ്റ്റാൻഡേർഡ് മെത്തേഡ് പറയുന്നില്ല. ഓക്കെ, അതായത് കൺവെൻഷനലി ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ബിക്കോസ് അത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ +1 +2 അങ്ങനെ ഇതായിട്ട് പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ സാധാ ഇക്വേഷൻസും എല്ലാം യൂസ് ചെയ്തിട്ട് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ക്വസ്റ്റ്യൻസിൽ ആക്ച്വലി എന്താ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ക്വസ്റ്റ്യൻസ് പല ഗൈഡ്സൊന്നും അതുപോലെ കുറച്ച് പ്രീവിയസ് ഇയർ ബുക്സൊന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള പല എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഫോട്ടോ എടുത്തിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പല ക്വസ്റ്റ്യൻസും ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്ക് വഴിയായിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്ക് വഴിയായിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കൺവീനിയൻസിന് എനിക്ക് തോന്നുന്ന പോലെ ഓപ്ഷൻസ് ഇട്ടതല്ലാന്ന് നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദീസ് ഓപ്ഷൻസ് വെർ ആസ് ദി വേ ആസ്ക്ഡ്. ഓക്കെ, മുമ്പ് ചോദിച്ചിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസിലെ ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഞാൻ എൻ്റെ കൺവീനിയൻസിന് വേണ്ടി സെറ്റ് ചെയ്ത ഓപ്ഷൻസ് അല്ല ഇത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എ കോർഡ് ഈസ് ബൗണ്ട് റൗണ്ട് ദ സർക്കംഫറൻസ് ഓഫ് എ വീൽ ഓഫ് റേഡിയസ് r. ദ ആക്സിസ് ഓഫ് ദ വീൽ ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഇറ്റ് ഈസ് I. A weight mg is attached to the end of the cord and falls from rest. After falling through distance h, the angular velocity of the wheel will be. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണോ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് അറിയേണ്ടത് ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാ? ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നുണ്ട്. സോ ലോസ് ഓഫ് മോഷൻ ഓർ റൊട്ടേഷണൽ മോഷൻ ബോത്ത് ആർ കറക്റ്റ്. കാരണം ഇതിൽ ലോസ് ഓഫ് മോഷന്റെ കോമ്പണന്റ് ഉണ്ട്, റൊട്ടേഷണൽ മോഷന്റെ കോമ്പണന്റ് ഉണ്ട്. സോ ഐദർ ഓഫ് ദം, ഐദർ ഇറ്റ് ക്യാൻ ബി ഫ്രം ലോസ് ഓഫ് മോഷൻ ഓർ റൊട്ടേഷണൽ മോഷൻ, ഏതെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ എക്സാമിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, അപ്പോൾ എനിക്കത് എന്ത് ചെയ്യാം, നമ്മുടെ ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ മൊമെന്റത്തിന്റെ, ആംഗുലാർ വെലോസിറ്റിന്റെ ഒക്കെ ഫൈനൽ ആംഗുലാർ വെലോസിറ്റി ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആൻഡ് ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് എനിക്കിത് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് കൺവെൻഷനലി ഇക്വേഷൻസ് എല്ലാം എഴുതിയിട്ട് അങ്ങനെ ചെയ്യാം. ബട്ട് ദി അതർ വേ. സോ ഹിയർ ഐ എം ഇൻട്രൊഡ്യൂസിംഗ് ദി ഫസ്റ്റ് ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രിക്ക് വിച്ച് ഐ യൂസ് ദി മോസ്റ്റ്. ഓക്കെ, ദാറ്റ്സ് ദി ഡയമെൻഷണൽ അനാലിസിസ്. അപ്പം ഇവിടെ ഇരിക്കുന്ന ആർക്കും ഡയമെൻഷണൽ അനാലിസിസ് അറിയാത്തവർ ഇവിടെ ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എന്താണ്, ഇത് ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്, ശരിയല്ലേ? ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡയമെൻഷണൽ അനാലിസിസ്. So I hope everyone is familiar with that. Okay. അപ്പോൾ ഇവിടെ ഡയമെൻഷണൽ അനാലിസിസ് എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡയമെൻഷണൽ അനാലിസിസ്. അപ്പോൾ ബേസിക്കലി ഡയമെൻഷണൽ അനാലിസിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഡയമെൻഷണൽ അനാലിസിസ് പഠിച്ചപ്പോൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്ലിക്കേഷൻസ് ഓഫ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്, ശരിയല്ലേ? അപ്പം ഈ അപ്ലിക്കേഷൻസ് ഓഫ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിൽ നമുക്ക് ബേസിക്കലി ഒരു കാര്യം അറിയാം. അതായത് ഈ ചോദ്യത്തിൽ ഇവരുടെ ചോദിച്ചിട്ടുള്ളത് എന്താ? ചോദിച്ചിട്ടുള്ള കമ്പോണന്റ് ഓർ ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി ദേ ഹാവ് ആസ്ക്ഡ് ഹിയർ ഈസ് ആംഗുലാർ വെലോസിറ്റി, ശരിയല്ലേ? ഇവിടെ അവർ ചോദിച്ചിട്ടുള്ള ഫിസിക്കൽ കോമ്പണന്റ് ഈസ് ആംഗുലാർ വെലോസിറ്റി. സോ വാട്ട് എവർ ബി ദി ആൻസർ, ഈ നാലുള്ള ആൻസർ എന്തും ആയിക്കോട്ടെ,
നാലിലെ ആൻസർ എന്തും ആയിക്കോട്ടെ, ഇറ്റ് ഷുഡ് ഹാവ് എ ഡയമെൻഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി. ഇപ്പൊ ആംഗുലർ വെലോസിറ്റിയുടെ ഡയമെൻഷൻ അല്ലാത്ത ബാക്കിയെല്ലാം തെറ്റാണ്. ഓക്കെ, അത്ര നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലേ? അത്രയൊക്കെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പോൾ ആംഗുലർ വെലോസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓപ്ഷനിൽ എന്തും ആയിക്കോട്ടെ ആൻസർ, ദാറ്റ് ഷുഡ് ഹാവ് എ ഡയമെൻഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി. ക്ലിയർ? ശരി, അപ്പോൾ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇത് എയും ബിയും സി ഒക്കെ വലിയ എന്തെല്ലോ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അപ്പം എന്ത് ചെയ്യാം, ഫസ്റ്റ് ഡിയിലോട്ട് നോക്കാം. ഡി ആകുമ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഡിയിലോട്ട് നോക്കുമ്പോൾ ഡി സേസ് ദാറ്റ് ഇറ്റ്സ് √2gh. √2gh, ഇറ്റ്സ് വെരി ഫെമിലിയർ ഇക്വേഷൻ, റൈറ്റ്? √2gh എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും കേൾക്കുന്ന ഇക്വേഷൻ ആണ്. ദാറ്റ്സ് ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി താഴോട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന വെലോസിറ്റി, അറ്റ് ദ ബോട്ടം മോസ്റ്റ് പോയിന്റ് ലൈൻ ഉണ്ടാവുന്ന വെലോസിറ്റി, അത് √2gh ആണ്. അല്ലെങ്കിൽ ഞാനൊരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ഒബ്ജക്റ്റിനെ മുകളിലോട്ട് താഴോട്ട് സ്ലൈഡ് ചെയ്യിപ്പിക്കുകയാണ്, അപ്പോൾ താഴത്തുന്ന വെലോസിറ്റി അതും √2gh ആണ്. അപ്പം അത് എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കറിയാം √2gh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെലോസിറ്റി ആണെന്ന് എനിക്കറിയാം. ക്ലിയർ? √2gh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ആണെന്ന് എനിക്കറിയാം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1 ആണെന്ന് എനിക്കറിയാം. ഓക്കെ, ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് v = r⍵ എന്നല്ലേ? v = r⍵ എന്നാണ്. അപ്പം ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v/r ആണ്. അതായത് LT⁻⁻1/L എന്ന് പറയുമ്പോൾ T⁻⁻1 വരും. അപ്പോൾ T⁻⁻1 ആണ് ആംഗുലർ വെലോസിറ്റിയുടെ ഡയമെൻഷൻ. ഇവിടെ ഈ √2gh ഡയമെൻഷൻ, ഇപ്പോൾ √2gh എന്ന് പറഞ്ഞാൽ വെലോസിറ്റി തന്നെയാണ്. അപ്പം ഇതിന്റെ ഡയമെൻഷൻ ഈസ് LT⁻⁻1. നമുക്ക് നമ്മുടെ ഫൈനൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ വേണ്ടത് എന്താണ്? ദാറ്റ് ഷുഡ് ബി T⁻⁻1. ആംഗുലർ വെലോസിറ്റി ആണ്, സോ ദ ഫൈനൽ ഡയമെൻഷൻ ഷുഡ് ബി T⁻⁻1. അപ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ഓപ്ഷൻ ഡി ഈസ് റോങ് നമുക്ക് മനസ്സിലായി. ക്ലിയർ? ഓപ്ഷൻ ഡി റോങ് ആണ്, ബിക്കോസ് ഓപ്ഷൻ ഡി ഡസ് നോട്ട് ഹാവ് എ ഡയമെൻഷൻ ഓഫ് ആംഗുലർ വെലോസിറ്റി. സോ ഓപ്ഷൻ ഡി ഈസ് റോങ്. Is it clear? ഇതുവരെ എല്ലാവർക്കും മനസ്സിലായോ? സോ ഗിവ് മീ എ ക്വിക്ക് ഫീഡ്ബാക്ക് ഗൈസ്. ഇസ് ദി സ്പീഡ് ആൻഡ് എവറിഥിങ് ഓഫ് ക്ലാസ് ഫൈൻ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? യു ഗൈസ് ആർ ഏബിൾ ടു ക്യാച്ച് അപ്പ്, റൈറ്റ്? ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പം ഓപ്ഷൻ ഡി തെറ്റാന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് തന്നെ, അല്ലെങ്കിൽ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിൽ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ട്, അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയും. അതൊന്നും ആ പേരൊന്നും നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതിന് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് വ്യത്യസ്ത ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വ്യത്യസ്ത ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റീസ് ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല. സെയിം ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റി മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. മാസിനെ മാസമായിട്ട് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ലെങ്ത്തിനെ ലെങ്ത് ആയിട്ട് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ഓപ്ഷൻസ് നോക്കുക. അപ്പോൾ ഇവിടെ ഐ ഉണ്ട്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോ ഐ ഈസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, ഐ ഈസ് ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ. ആൻഡ് നമുക്കറിയാം ഫോർ ബേസിക്കലി ഒരു ഒബ്ജക്റ്റിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പറഞ്ഞാൽ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. ദാറ്റ് ഇസ് ഐ ഈസ് ഈക്വൽ ടു mr². ഓക്കെ, അപ്പോൾ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഈസ് ഈക്വൽ ടു mr² ആണ്. അപ്പം ഐന്റെയും mr²ന്റെയും ഡയമെൻഷൻ സെയിം ആണ്, ശരിയല്ലേ? ഐ ഈസ് ഈക്വൽ ടു mr² ആണ്. സോ ഐന്റെയും mr²ന്റെയും ഡയമെൻഷൻ സെയിം ആണ്. ക്ലിയർ? ദാറ്റ് മീൻസ് ഐ ആൻഡ് mr² ക്യാൻ ബി ആഡഡ്. പക്ഷേ ഐന്റെ ഡയമെൻഷൻ ഇല്ലാത്ത മറ്റൊരു ഒബ്ജക്റ്റിനെ വന്നിട്ട് നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസിലോട്ട് നോക്കിയേ. ഓപ്ഷൻ എ, ഓപ്ഷൻ എയില് 2gh/i+mr. ഓക്കെ, അപ്പോൾ i+mr എന്ന് അവർ എഴുതിയിട്ടുണ്ട്. i+mr എന്ന് അവർ എഴുതിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദേ ആർ ആഡിങ് ഐ ആൻഡ് mr. ഇസ് ദാറ്റ് പോസിബിൾ? ഐയും mrഉം ആഡ് ചെയ്യാൻ പറ്റുമോ? ഐയും mrഉം ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഐക്കും mr²നുമാണ് ഒരേ ഡയമെൻഷൻ. ദാറ്റ് മീൻസ് ഐ ആൻഡ് mr ഹാവ് ഡിഫറെന്റ് ഡയമെൻഷൻ. ഐനും mr² ഒരേ ഡയമെൻഷൻ ആണെങ്കിൽ അതിൽ നിന്ന് ഒരു 6 എടുത്ത് ഒഴിവാക്കിയ mrന് ഐന്റെ ഡയമെൻഷൻ ആയിരിക്കില്ല, വേറെ ഡയമെൻഷൻ ആയിരിക്കും. ക്ലിയർ? അപ്പം ഐയും mrഉം തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ എ ഈസ് റോങ്. ക്ലിയർ? ഐയും mrഉം തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ എ ഈസ് റോങ്. കമ്മിങ് ഓൺ ടു ഓപ്ഷൻ ബി. ഓപ്ഷൻ ബിയിൽ നോക്കുക, ദേ ഹാവ് ആഡഡ് ഐ ആൻഡ് mr². ഐ ആൻഡ് mr² ആണ് ഓപ്ഷൻ ബിയിൽ അവർ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ്സ് പോസിബിൾ ബിക്കോസ് ഐ ആൻഡ് mr² has got the same dimension. They can be added. Okay, these two quantities have got the same dimension and hence they can be added. Clear? അപ്പം ഓപ്ഷൻ ബി ഈസ് പോസിബിൾ. ഓപ്ഷൻ ബി ഈസ് പോസിബിൾ. ഓപ്ഷൻ സിയിലോട്ട് വരിക. ഓപ്ഷൻ സിയിലോട്ട് നോക്കുക, ദേ ഹാവ് ആഡഡ് ഐ ആൻഡ് 2m. 2ന് ഡയമെൻഷൻ ഇല്ല നമുക്കറിയാം. 2 is a number, hence 2 does not have a dimension. And m, they have added moment of inertia with mass. മൊമെന്റ് ഓഫ് ഇനർഷ്യക്കും മാസിനും ഒരേ ഡയമെൻഷൻ ആണോ? അല്ല. നമുക്ക് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഐ ഈസ് ഈക്വൽ ടു mr² ആണ്. അതുകൊണ്ട് തന്നെ മൊമെന്റ് ഓഫ് ഇനർഷ്യക്കും മാസിനും ഒരേ ഡയമെൻഷൻ അല്ല. ക്ലിയർ? അപ്പം ഐയും 2mഉം ആഡ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഹെൻസ് ഓപ്ഷൻ സി ഈസ് ഓൾസോ റോങ്. അപ്പോൾ എന്തായി? ഓപ്ഷൻ എ റോങ് ആണെന്ന് നമുക്ക് മനസ്സിലായി, ഓപ്ഷൻ സി റോങ് ആണെന്ന് നമുക്ക് മനസ്സിലായി, ഓപ്ഷൻ ഡിയും റോങ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ആൻഡ് ഹെൻസ് ദ ആൻസർ ഇസ് ബി. ഇനി ഇതിലോട്ടൊന്ന് നോക്കിയേ. ഇതിലോട്ട് നോക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് ട്രിക്ക് ഡയമെൻഷണൽ അനാലിസിസ് ആണ്. ഇതിലോട്ട് നോക്കുക, നമ്മൾ ഒറ്റ ഇക്വേഷൻ എഴുതിയിട്ടില്ല. ലോസ് ഓഫ് മോഷനിലെ കുറച്ച് പേര് പറഞ്ഞു ലോസ് ഓഫ് മോഷനിലെ ക്വസ്റ്റൻ ആണ്, കുറച്ച് പേര് പറഞ്ഞു റൊട്ടേഷണൽ മോഷനിലെ ക്വസ്റ്റൻ ആണ്. പക്ഷെ നമ്മൾ ലോസ് ഓഫ് മോഷനിലെയും റൊട്ടേഷനിലെയും ഇക്വേഷൻ എഴുതിയിട്ടില്ല.
ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, സാർ ഇതിന് നല്ല ടൈം വേണ്ടെന്ന്. ഇത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ടൈം എടുത്തത്. ഞാനിപ്പോൾ എനിക്ക് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വരികയാണെന്ന് വിചാരിക്കാം, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ 4 ഓപ്ഷൻസ് നോക്കും. റൂട്ട് 2GH വെലോസിറ്റി എന്ന് എനിക്കറിയാം, അത് ഒബ്വിയസ്ലി ആൻസർ അല്ലാന്ന് അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി. എത്ര സെക്കൻഡ് എടുത്തു? 1 സെക്കൻഡ്. ഓക്കെ, ഇനി മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mr² ആണെന്ന് എനിക്കറിയാം. അപ്പം പിന്നെ ഞാൻ ആകെ നോക്കുന്നത് ഈ 3 ഡിനോമിനേറ്റേഴ്സിലോട്ടാണ്. അപ്പൊ എനിക്കറിയാം മൊമെന്റ് ഓഫ് mr²നെയും ഐനെയും മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഓക്കെ, അപ്പൊ ഞാൻ 4 ഓപ്ഷനിലോട്ട് നോക്കി. എ, ഐനെ mr-ലോട്ടാണ് ആഡ് ചെയ്തത്, തെറ്റ്. ബി, ഐനെ mr² ആഡ് ചെയ്തു, ശരിയാകാം. സി, ഐനെ 2m ആയിട്ട് ആഡ് ചെയ്തു, തെറ്റ്. കഴിഞ്ഞു, ഇത്ര പണിയേ ഉള്ളൂ. സോ ഇറ്റ്സ് ദ ടൈം ദാറ്റ് ഐ ടുക്ക് ഫോർ എക്സ്പ്ലെയിനിങ് ഇറ്റ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ടൈമാണ് ഇത്. ഓക്കെ, സോ നിങ്ങളൊരു എക്സാമിന് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് നിങ്ങൾക്ക് വെരി യൂസ്ഫുൾ ആയിരിക്കും. ഈ ടെക്നിക്ക് ക്യാൻ ബി സോൾവ്ഡ് വിത്തിൻ സെക്കൻഡ്സ്. ഓക്കെ, സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഫൈനൽ ആൻസറിലോട്ട് എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 or 3 ഓപ്ഷൻസ് ഒഴിവാക്കാൻ പറ്റും. 2 ഓപ്ഷൻ ഒഴിവാക്കി തന്നെ പിന്നെ ബാക്കി നമുക്ക് 2 ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത് ഒരിക്കലും ടൈം കൺസ്യൂമിംഗ് അല്ല. പ്രത്യേകിച്ച് ഇതിപ്പോൾ നിങ്ങൾക്ക് തീരെ അറിയാത്തൊരു ചാപ്റ്റർ എന്നാണ് ചോദിച്ചതെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ with practice you can use this technique and solve questions within seconds. അത് guarantee ആണ്. I assure you that, because I used to do so in many exams. ഞാൻ ഒരുപാട് എക്സാംസിന് ഇങ്ങനത്തെ ഒരുപാട് ട്രിക്സ് യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാറുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് സേവ്ഡ് മീ എ ലോട്ട് ഓഫ് ടൈം. പല സമയത്തും അവർ ചോദിക്കുന്നത് എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഒരു ചില എക്സാമിന് പോയി ചോദിക്കുമ്പോൾ ഇതുപോലെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അവർ ചോദിക്കുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവില്ല. ഞാൻ എന്ത് ചെയ്യും? ലാസ്റ്റ് വേർഡ് നോക്കും. ലാസ്റ്റ് വേർഡിൽ അവർ എന്താ ചോദിച്ചത് നോക്കും. ഇവിടെ ആംഗുലർ വെലോസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്, അതുപോലെ എന്താ ചോദിച്ചത് നോക്കും. ഓക്കെ, അപ്പം എന്നിട്ട് വിൽ ഗോ ടു ദി ആൻസർ. ക്ലിയർ? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അടുത്ത സമയമാണിത്. വെൻ യു ഗെറ്റ് ദിസ് ക്വസ്റ്റ്യൻ ഇൻ എക്സാം, നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ചെയ്തു പോകണം. ആൻഡ് വിത്ത് പ്രാക്ടീസ് യു ക്യാൻ ഗെയിൻ ദാറ്റ്. സോ ഐ ഹോപ്പ് ദിസ് വാസ് ക്ലിയർ. ഇതെല്ലാവർക്കും ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ? ഇഫ് ഇറ്റ് ഈസ് സോ വി ക്യാൻ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ്. ഓക്കെ, മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് one. A block of mass m is suspended from a wire of length L, area of cross section A and Young's modulus Y. The elastic potential energy stored in the wire is. അപ്പോൾ ഇത് ഏതിലെ ക്വസ്റ്റ്യൻ ആണ്? Yes, it's a question from mechanics of solids and fluid mechanics ഒരു ചോദ്യമാണിത്. So to make you thorough, നിങ്ങളെ ഒന്നും കൂടി ഇതിനോട് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഡയമെൻഷൻ അനാലിസിസ് വെച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഹൗ ടു നോ വെദർ എ ക്വസ്റ്റ്യൻ ക്യാൻ ബി സോൾവ് യൂസിങ് ഡയമെൻഷൻ അനാലിസിസ്. ഓക്കെ, ഹൗ ടു നോ വെദർ എ ക്വസ്റ്റ്യൻ ക്യാൻ ബി സോൾവ് യൂസിങ് ഡയമെൻഷൻ അനാലിസിസ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ നോക്കുക, അതായത് ന്യൂമറേറ്റേഴ്സും ഡിനോമിനേറ്റേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. ശരിയല്ലേ? ഇവിടെ ലെങ്ത് മുകളിലായിരുന്നു, ആ ലെങ്ത് ഇവിടെ താഴോട്ട് വന്നു. ഇവിടെ ഏരിയ മുകളിലാണ്, ഇവിടെ ഏരിയ താഴോട്ടാണ്. അപ്പോൾ ന്യൂമറേറ്റേഴ്സ് ആൻഡ് ഡിനോമിനേറ്റേഴ്സ് ആർ ചേഞ്ചിങ്, അല്ലെങ്കിൽ ഇതിന്റെ പവേഴ്സ് മാറുന്നുണ്ട്. ശരിയല്ലേ? ഇവിടെ ജീന്റെ പവർ 2 ആണ്, ഇവിടെ ജീന്റെ പവർ 1 ആയി. ഓക്കെ, അപ്പോൾ അങ്ങനെ പവേഴ്സ് എല്ലാം മാറുമ്പോൾ ടുഗദർ വിത്ത് ദാറ്റ് ദ ഡയമെൻഷൻ വിൽ ഓൾസോ ചേഞ്ച്. അങ്ങനെ പവർ മാറുമ്പോൾ അതിന്റെ കൂടെ തന്നെ എന്തും മാറും? ഡയമെൻഷനും മാറും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള കാര്യം എന്താണ്? ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ ചോദിച്ചിട്ടുള്ള കാര്യം പൊട്ടൻഷ്യൽ എനർജി. സോ ദ ഫൈനൽ ആൻസർ വി ആർ ഗോയിങ് ടു ഗെറ്റ് whatever be the answer of this 4, the final answer should have a dimension of ml² t⁻². എനർജിയുടെ ഡയമെൻഷൻ വർക്കിന്റെ ഡയമെൻഷൻ തന്നെയാണ്, അത് ml² t⁻² ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പം ml² t⁻² should be the final dimension of the answer, whatever be it. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതിൽ ഓരോ ഓപ്ഷൻസിന്റെ ഇത് നമുക്ക് കൺവെൻഷണൽ വേയിൽ സോൾവ് ചെയ്യാട്ടോ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നല്ല. ബട്ട് ദിസ് വൺ I would like to show you how to solve using dimensions, because എല്ലാ ക്വസ്റ്റ്യൻസും എന്തായാലും എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ പറ്റില്ല ബൈ ദി നോർമൽ വേ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അതിന് വല്ല ആൾട്ടർനേറ്റീവ് വേ ഉണ്ടോ എന്നുള്ളതാണ്. ക്ലിയർ? സോ ഞാൻ എന്റെ ഡയമെൻഷൻ നോക്കുമ്പം എ ഈസ് m², g² എന്ന് പറയുമ്പം LT⁻². ആക്സലറേഷൻ ടു ഗ്രാവിറ്റി ഈസ് ആക്സലറേഷൻ, ഡയമെൻഷൻ ഈസ് LT⁻². അപ്പോൾ LT⁻² ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ L² t⁻⁴ എന്നാവും. ശരിയല്ലേ? g² എന്ന് പറയുമ്പോൾ L² t⁻⁴ എന്നാവും. പിന്നെ വീണ്ടും ഒരു L ഡിവൈഡഡ് ബൈ area is again L². And Young's modulus ഡയമെൻഷൻ എന്താ? വെദർ ഇറ്റ് ബി യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, എന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാ മോഡുലസും എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ബേസിക്കലി. ശരിയല്ലേ? ആൻഡ് സ്ട്രെയിൻ വി നോ ദാറ്റ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്? സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ΔL/L ΔV/V അങ്ങനെ എന്തെങ്കിലും ആണ്. സോ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ഡയമെൻഷൻ. സ്ട്രെയിൻ ഇസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. അപ്പോൾ യങ്സ് മോഡുലസിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ തന്നെയാണ്.
ആൻഡ് സ്ട്രെസ് എന്താ? സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്, ശരിയല്ലേ? സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് mlt raised to -2 by L square, and it is ml raised to -1 t raised to -2. Okay, so it is ml raised to -1 t raised to -2. 1 second. Okay, ml raised to -1 t raised to -2 ആണ് യങ്സ് മോഡുലസ്. അപ്പോൾ നമ്മൾ അത് ഇവിടെ എഴുതാണ് ml raised to -1 t raised to -2. ഓക്കെ, അപ്പം എന്തായി? ഈ എൽ സ്ക്വയറും പോയി. ഈ എൽ റേസ് ടു -1 മുകളിലോട്ട് വന്നപ്പോൾ അത് എൽ റേസ് ടു 2 ആയി. ഓക്കെ, ബാക്കി ഈ എം സ്ക്വയറും എമ്മും പോയി. ഈ ടി റേസ് ടു -2 ടി റേസ് ടു -4 പോയി, ബാക്കി ഒരു -2 ആയി. അപ്പോൾ എന്തൊക്കെയുണ്ട്? എമ്മിനൊരു പവർ 1 ഉണ്ട്, എല്ലിനൊരു പവർ 2 ഉണ്ട്, ടിക്ക് ഒരു പവർ -2 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതിന്റെ ഡയമെൻഷൻ കിട്ടി? എന്ത്? ml സ്ക്വയർ ടി റേസ് ടു -2 എന്ന്. ക്ലിയർ? ഏതിന്റെ ഡയമെൻഷൻ കിട്ടി? ml സ്ക്വയർ ടി റേസ് ടു -2 എന്ന്. അതല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ പറയുന്നു എ ക്യാൻ ബി ദി ആൻസർ. എ ആണെന്ന് ഉറപ്പിച്ച് ഞാൻ പറയുന്നില്ല, കാരണം ചിലപ്പോൾ ഇതിൽ എനർജിയുടെ ഡയമെൻഷനുള്ള വേറെ ഓപ്ഷൻസ് ഉണ്ടാവും. ബട്ട് ഈ ക്വസ്റ്റൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റനിൽ എനർജിയുടെ ഡയമെൻഷനുള്ള വേറെ ഒന്നും ഇല്ലാന്ന്. അത് നിങ്ങൾക്ക് വിത്ത് പ്രാക്ടീസ് മനസ്സിലാവും, കാരണം പവേഴ്സ് ആർ ചേഞ്ചിങ്. ഓക്കെ, പവേഴ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ കൂടുതൽ ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇല്ല എന്ന് ഞാൻ പറയും. ഐ വിൽ പ്രൂവ് ഇറ്റ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് അത് നോക്കാം. ബിന്റെ ഡയമെൻഷൻ ഈസ് മാസ് ഇൻറ്റു ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ടി റേസ് ടു -2. ജി എന്ന് പറഞ്ഞാൽ എൽ ടി റേസ് ടു -2 ഡിവൈഡ് ബൈ എ എന്ന് പറഞ്ഞാൽ ഏരിയ എൽ സ്ക്വയർ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഇത് നമ്മൾ പറഞ്ഞു യങ്സ് മോഡുലസ് ഡയമെൻഷൻ ഈസ് ml raised to -1 t raised to -2. ഓക്കെ, ml raised to -1 t raised to -2. അപ്പം എല്ലും പോയി, ബാക്കി ഇവിടെ എൽ സ്ക്വയറും എൽ raised to -1 പോയി, ബാക്കി ഒരു എൽ ഉണ്ടാവും. ഓക്കെ, ഈ എല്ല് മുകളിലോട്ട് പോകുമ്പോൾ എൽ raised to -1 ആവും. അറ്റ് ദിസ് പോയിന്റ് ഇറ്റ് സെൽഫ് ഐ ക്യാൻ സ്റ്റോപ്പ്. ഞാൻ ഇനി ബാക്കി എമ്മും ടി ഒന്നും നോക്കണ്ട. കാരണം എന്താ? ഇവിടെ എനിക്ക് എല്ലിന്റെ പവറിന് കിട്ടുന്ന എത്രയാ? -1 ആണ്. എൽ raised to -1 ആണ്. എനിക്ക് എല്ലിന്റെ പവർ വേണ്ട എത്രയാണ്? 2 ആണ്. ക്ലിയർ അല്ലേ? എനിക്ക് എല്ലിന്റെ പവർ വേണ്ടത് ml സ്ക്വയർ 2 ആണ്. വാട്ട് ഐ ആം ഗെറ്റിംഗ് ഹിയർ ഈസ് ഇറ്റ് ഈസ് എൽ റേസ് ടു -1. വാട്ട് ഐ ആം ഗെറ്റിംഗ് ഹിയർ ഈസ് എൽ റേസ് ടു -1. ഓക്കെ, അപ്പം എല്ലിന്റെ പവർ -1 ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇനി ഫർദർ പ്രൊസീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് തന്നെ അറ്റ് ദിസ് മൊമെന്റ് ഇറ്റ് സെൽഫ് ഐ ക്യാൻ സ്റ്റോപ്പ്. സോ ഐ വിൽ സേ ദാറ്റ് ഓപ്ഷൻ ബി ഈസ് റോങ്. ക്ലിയർ? നൗ മൂവിങ് ഓൺ ടു ഓപ്ഷൻ സി. ഇത് കൺഫർമേഷന് വേണ്ടി ചെയ്യുന്നതാണ്. ഓപ്ഷൻ സി ഈസ് എം സ്ക്വയർ. ജി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ സ്ക്വയർ ടി റേസ് ടു -4 ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ml റേസ് ടു -1 ടി റേസ് ടു -2 ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ. അപ്പോൾ ഇവിടെ എല്ലും പോയി, ബാക്കി ഇവിടെ എൽ സ്ക്വയർ എൽ റേസ് ടു 4 എന്ന് വരും. എനിക്ക് എൽ റേസ് ടു എത്രയാണ് വേണ്ടത്? 2 ആണ് വേണ്ടത്. അപ്പോൾ ഐ വിൽ സേ ഓപ്ഷൻ സി ഈസ് ഓൾസോ റോങ്. ഓപ്ഷൻ ഡി നോക്കാം. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഇൻറ്റു ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ടി റേസ് ടു -2. ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൽ ടി റേസ് ടു -2 ഇൻറ്റു ml യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ml റേസ് ടു -1 t റേസ് ടു -2 ml റേസ് ടു -1 t റേസ് ടു -2 ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ സ്ക്വയർ, ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ. സോ ദിസ് എൽ ഗോസ് ഓഫ് ഈ എൽ ക്യൂബ് മുകളിലോട്ട് പോകും. സോ ദ പവർ ഓഫ് എൽ വിൽ ബി എൽ റേസ് ടു -3. നമുക്ക് വേണ്ട പവർ ഇറ്റ്സ് എൽ സ്ക്വയർ. സോ ഐ വിൽ സേ ഓപ്ഷൻ ഡി ഈസ് ഓൾസോ റോങ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇസ് ഇറ്റ് ക്ലിയർ? രണ്ട് സെയിം ഡയമെൻഷൻ വന്നാലോ? നല്ല ചോദ്യമാണ്. രണ്ട് സെയിം ഡയമെൻഷൻ വന്നാലോ എന്നുള്ളത്. രണ്ട് സെയിം ഡയമെൻഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് കൺവെൻഷണൽ വേ വെച്ച് സോൾവ് ചെയ്യേണ്ടി, അല്ലെങ്കിൽ സ്റ്റിൽ വി ഹാവ് ഗോട്ട് ട്രിക്സ്. അങ്ങനത്തെ ക്വസ്റ്റൻസ് ഞാൻ കാണിച്ചു തരാം. രണ്ട് സെയിം ഡയമെൻഷൻ വരുന്ന സാധനം ഞാൻ കാണിച്ചു തരാം. ബട്ട് ഇങ്ങനത്തെ ക്വസ്റ്റൻസ് കാണുമ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ക്വസ്റ്റൻസ് കാണുമ്പോൾ മനസ്സിലാക്കുക ദിസ് ക്യാൻ ബി ഡൺ യൂസിങ് ഡയമെൻഷൻ. അപ്പം എങ്ങനെയാണ് ഇത് ഡയമെൻഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുള്ള മനസ്സിലാവുക. ക്വസ്റ്റൻസ് ഞാൻ പറഞ്ഞ പോലെ ന്യൂമറേറ്ററോ ഡിനോമിനേറ്ററോ അങ്ങോട്ടും മാറുന്നുണ്ടാവും, അല്ലെങ്കിൽ വേരിയബിൾസിന്റെ പവർ അങ്ങോട്ടും മാറുന്നുണ്ടാവും. സോ ഇഫ് ദ വേരിയബിൾസിന്റെ പവർ അങ്ങോട്ടും മാറുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇന്റർചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ, വി ക്യാൻ സേ ദാറ്റ് അതിന്റെ കൂടെ തന്നെ ഡയമെൻഷനും മാറുന്നുണ്ട്, ആൻഡ് ഹെൻസ് ഇറ്റ് കാനോട്ട് ബി ദി ആൻസർ. ഓക്കെ, ക്ലിയർ ആണോ? സോ ഇസ് ഇറ്റ് ക്ലിയർ ടിൽ നൗ? ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, ഒരുപാട് ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരു 5-10 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തെടുത്തതല്ല. ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ വെറുതെ ഒരു ഗൈഡോ അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ഇയർ എടുത്ത് നോക്കുക. ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. സോ ഐ വുഡ് സേ വിത്ത് യൂസിങ് ദി കൺവെൻഷണൽ വേ എന്നല്ലാണ്ട് വിത്ത് യൂസിങ് ദി ട്രിക്സ് യു ക്യാൻ സോൾവ് 50 to 60% ക്വസ്റ്റ്യൻസ് ഫ്രം ഫിസിക്സ്. ഓക്കെ, യു ക്യാൻ സോൾവ് 50. വെൻ ഐ സേ ഇറ്റ് ഐ മീൻ ഇറ്റ്. ഞാൻ വെറുതെ പറയുന്നല്ല, ഞാൻ സിൻസിയർ ആയിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയുന്നതാണ്. 50 to 60% of questions from physics can be solved using tricks. Okay, so if it's fine, let's move on to the next question. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ? Okay, next one says that, അടുത്ത ക്വസ്റ്റ്യൻ,
The relation between time t and distance x is t is equal to alpha x square plus beta x. T is equal to alpha x square plus beta x, where alpha and beta are constants. The retardation is okay. ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ x is equal to 6t square minus 5t plus 3 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ തന്നിട്ട് നിങ്ങളുടെ വെലോസിറ്റി കാണാൻ ചോദിച്ചാൽ ഇറ്റ് സിമ്പിൾ, നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. യു നീഡ് ടു ഓൺലി ഫൈൻഡ് dx by dt. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി, വെലോസിറ്റി ആയി. പക്ഷേ ഈ ക്വസ്റ്റൻ ഒന്ന് നോക്കുക, ഈ ക്വസ്റ്റനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ ക്വസ്റ്റനിൽ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു TLHS തന്നു, RHS എക്സ്. അപ്പോൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുമ്പോൾ എന്താവും, കുറച്ച് പ്രശ്നം വരും. കാരണം dx by dt എന്നുള്ളൊരു ക്വാണ്ടിറ്റി ഒറ്റൊന്നും മാത്രമായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ പ്ലസ് 2 പഠിക്കുന്ന ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷിയേഷൻ, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എങ്ങനെ ഡിഫറൻഷിയേറ്റ് എന്നുള്ളതൊക്കെ ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും. ശരിയല്ല? അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ സോൾവ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിന് ഡിഫറൻഷിയേറ്റ് വരികയാണെങ്കിൽ, ഇഫ് ഐ എം ഡിഫറൻഷിയേറ്റിംഗ് ദിസ് വൺ, ഇറ്റ് വിൽ ബി ലൈക്ക് dt by dt is equal to alpha 2x into dx by dt plus beta dx by dt എന്നായിരിക്കും. ഇത് നമ്മൾ dx by dt കാണണം. അതിന് dx by dt ആണ് നമുക്ക് വെലോസിറ്റി ആയി. നമ്മൾ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആക്സലറേഷൻ കാണണം. പറയുമ്പോൾ തന്നെ കുറേ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അഗെയിൻ വി ആർ യൂസിങ് ദി സെയിം ട്രിക്ക് ഹിയർ. വി വിൽ യൂസ് ദി ഡയമെൻഷണൽ അനാലിസിസ്. ഓക്കെ, നമ്മൾ വീണ്ടും ഈ ക്വസ്റ്റൻ ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. സോ ദി ഫസ്റ്റ് 3 questions which I have included in this one will be using the same trick, and that is dimensional analysis. എന്തിനാണ് ഇങ്ങനത്തെ 3 questions included ഒറ്റ ക്വസ്റ്റനിൽ പറഞ്ഞാൽ പോരെ? ബിക്കോസ് നമ്മൾക്ക് വെറുതെ പറയുമ്പോൾ ഇതിന്റെ വില മനസ്സിലാവില്ല. ഞാൻ പറയുന്നത്, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിൽ കാണാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ആൽഫന്റെയും ബീറ്റന്റെയും ഡയമെൻഷൻ കാണും. സോ ഫ്രം ദിസ് ഇക്വേഷൻ ഐ ക്യാൻ റൈറ്റ് t is equal to alpha x square എന്നല്ലേ. അപ്പം t and alpha x square has got the same dimension. ശരിയല്ലേ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പ്രകാരം ഇത് രണ്ടും ആഡ് ചെയ്യണമെങ്കിൽ ദിസ് ക്വാണ്ടിറ്റി ആൻഡ് ദിസ് ഷുഡ് ഹാവ് സെയിം ഡയമെൻഷൻ, ആൻഡ് അതേ ഡയമെൻഷൻ ആയിരിക്കും ഈ ക്വാണ്ടിറ്റിക്കും. അപ്പോൾ ടിക്കും ആൽഫ എക്സ് സ്ക്വയറും സെയിം ഡയമെൻഷൻ ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് ഡയമെൻഷൻ ഓഫ് ആൽഫ ഈസ് L raised to minus 2t. ഈ എക്സ് സ്ക്വയർ ഇങ്ങോട്ട് വരും, മുകളിലോട്ട് പോകും, L raised to minus 2t. ക്ലിയർ അല്ലേ? Similarly, we also know that the dimension of t is same as that of beta x. ശരിയല്ലേ? x ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ we will get the dimension of beta as L raised to minus 1t. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി. ഒന്ന്, ആൽഫയുടെ ഡയമെൻഷൻ ഇസ് L raised to minus 2t, ബീറ്റയുടെ ഡയമെൻഷൻ ഇസ് L raised to minus 1t. ക്ലിയർ അല്ലേ? ഇനി ഇവരിവിടെ ചോദിച്ചിട്ടുള്ളത് എന്താ? ഇവർ ചോദിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി is retardation. So retardation is same as acceleration. And whatever be the answer among the 4, it should have a dimension of acceleration, and that is LT raised to minus 2. Whatever be the answer, ഈ നാലിനത്തിലെ ആൻസർ എന്തും ആയിക്കോട്ടെ, അതിന്റെ ഫൈനൽ ഡയമെൻഷൻ എന്തായിരിക്കണം? LT raised to minus 2 ആയിരിക്കണം. ക്ലിയർ അല്ലേ? ഫൈനൽ ഡയമെൻഷൻ ഷുഡ് ബി LT raised to minus 2. അപ്പോൾ നമ്മൾ ഓരോ ഓപ്ഷനിലോട്ട് നോക്കുകയാണ്. ഫസ്റ്റ് 2 alpha v cube ഞാൻ ചെയ്യുമ്പോൾ ആൽഫയുടെ ഡയമെൻഷൻ നമുക്ക് എന്താണെന്ന് അറിയാം, ദാറ്റ് ഈസ് L raised to minus 2t ആണെന്ന് എനിക്കറിയാം. വി ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിനെ ക്യൂബ് ചെയ്തു എന്ന് പറഞ്ഞാൽ LT raised to minus 1 ഞാൻ ക്യൂബ് ചെയ്യാണ്. LT raised to minus 1 ഞാൻ ക്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ that will be L cube t raised to minus 3. that will be L cube t raised to minus 3. ഓക്കെ, അപ്പം L raised to minus 2t യും L cube t raised to minus 3 യും. ബാക്കി എന്താ ഉള്ളത്? L ക്യൂബിന്റെ ഇത് രണ്ടും പോയി, 3യും minus 2യും പോയി, Lന്റെ കൂടെ പവർ 1, ടീന്റെ minus 3യും ടിയും പോയി, ടീന്റെ കൂടെ പവർ 2. സോ എന്റെ ഡയമെൻഷൻ നമുക്ക് LT raised to minus 2 എന്ന് കിട്ടി. സോ A can be the answer because A has got the dimension of LT raised to minus 2. Again ഞാൻ പറയുന്നു, ഈ ക്വസ്റ്റൻ എന്തുകൊണ്ട് ഞാൻ ഡയമെൻഷൻ യൂസ് ചെയ്തു? ബിക്കോസ് പവേഴ്സ് ആർ ചേഞ്ചിങ്. കണ്ടോ, ഇവിടെ ആൽഫ ആയിരുന്നു, ഇവിടെ ബീറ്റ ആയി, ഇവിടെ ആൽഫയും ബീറ്റയും വന്നു. അപ്പോൾ വേറെ ക്വാണ്ടിറ്റീസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ദ ഡയമെൻഷൻ ഓഫ് ദിസ് 4, ഈ 4ത്തിൻ്റെ ഡയമെൻഷൻ വേറെ ആയിരിക്കും. ഈ 4 ഓപ്ഷന്റെയും ഡയമെൻഷൻ വേറെ ആയിരിക്കും. ബിക്കോസ് നമ്പർ മാത്രമല്ല മാറുന്നത്, ഡിഫറെന്റ് ഡയമെൻഷൻ ഉള്ള ക്വാണ്ടിറ്റീസ് നമ്മൾ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താവും, ഈ 4 ഓപ്ഷന്റെ ഡയമെൻഷൻ വേറെ ആയിരിക്കും. അതിൽ ഒരു ഓപ്ഷൻ മാത്രമേ ആക്സലറേഷൻ ഡയമെൻഷൻ ഉള്ളായിരിക്കുള്ളൂ. ആ ആൻസർ ആയിരിക്കും കറക്റ്റ്. ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല? ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പറയുന്നത്? ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. അപ്പം LT raised to minus 2 ആണ് എന്റെ ഡയമെൻഷൻ. അപ്പോൾ A can be the answer. നെക്സ്റ്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബി ഓപ്ഷനിലോട്ട് നോക്കുക. ബിന്റെ ഡയമെൻഷൻ, അതായത് ഈ ക്വസ്റ്റൻ ഞാൻ മുമ്പ് ഒരിക്കൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ബിന്റെ ഡയമെൻഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആൽഫയുടെ ഡയമെൻഷൻ L raised to minus 2 ആണ്.
ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയിലും കോമൺ ആയിട്ട് 2 ഉണ്ട് വി ക്യൂബും ഉണ്ട്. ഓക്കെ, ഓപ്ഷൻ എയിലും ഓപ്ഷൻ ബിയിലും കോമൺ ആയിട്ട് 2 ഉണ്ട് വി ക്യൂബും ഉണ്ട്. അപ്പം ഈ 2ന് ഡയമെൻഷൻ ഇല്ല, വി ക്യൂബിന്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടെത്തി. അപ്പം ആൽഫ വി ക്യൂബിന്റെ ഡയമെൻഷൻ LT⁻²2 ആണ്. മനസ്സിലാക്കുക, ആൽഫ വി ക്യൂബിന്റെ ഡയമെൻഷൻ LT⁻²2 ആണ്. അങ്ങനെ ബീറ്റ വി ക്യൂബിന്റെ ഡയമെൻഷൻ LT⁻² ആയിരിക്കുമോ? If the dimension of alpha v cube is LT⁻², is it possible that dimension of beta v cube is LT⁻²? No, ഒരിക്കലും ആയിരിക്കില്ല. അങ്ങനെ ആവണമെങ്കിൽ ആൽഫക്കും ബീറ്റക്കും സെയിം ഡയമെൻഷൻ ആയിരിക്കണം. പക്ഷെ നമുക്കറിയാം ആൽഫയുടെ ഡയമെൻഷൻ L⁻²T ആണ്, ബീറ്റയുടെ ഡയമെൻഷൻ L⁻1T ആണ്. അതുകൊണ്ട് തന്നെ ആൽഫയ്ക്കും ബീറ്റക്കും ഒരേ ഡയമെൻഷൻ അല്ല. അതുകൊണ്ട് തന്നെ ആൽഫ വി ക്യൂബിനും ബീറ്റ വി ക്യൂബിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആൽഫ വി ക്യൂബിന്റെ ഡയമെൻഷൻ LT⁻² ആയതുകൊണ്ട് തന്നെ ബീറ്റ വി ക്യൂബിന്റെ ഡയമെൻഷൻ വാട്ട് എവർ ഇറ്റ് മേ ബി വിൽ ബി നെവർ LT⁻². അത് എന്തും ആയിക്കോട്ടെ, അതൊരിക്കലും LT⁻² ആയിരിക്കില്ല. അപ്പം ഓപ്ഷൻ ബി ഈസ് ഓൾസോ റോങ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും LT⁻² അല്ല, മറ്റൊരു ആൻസർ കിട്ടുക. ക്ലിയർ? നെക്സ്റ്റ് ഓപ്ഷൻ സിയിലോട്ട് വരികയാണ് ഞാൻ. ഓപ്ഷൻ സിയിൽ ഞാൻ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2 ഉണ്ട്, ഇവിടെയുള്ള 2 ഇവിടെ ഉണ്ട്, ഇവിടെയുള്ള ആൽഫ ഇവിടെ ഉണ്ട്, ഇവിടെയുള്ള വി ക്യൂബ് ഇവിടെ ഉണ്ട്. ഇത്രയും സാധനങ്ങൾ ഓൾറെഡി ഉണ്ട്. അതിന്റെ ഡയമെൻഷൻ എനിക്ക് അറിയാം. അപ്പോൾ ഈ 2ന്റെയും ആൽഫയുടെയും വി ക്യൂബിന്റെയും കൂടി ഡയമെൻഷൻ LT⁻² എന്ന് എനിക്കറിയാം. 2ന്റെയും ആൽഫയുടെയും വി ക്യൂബിന്റെയും ഡയമെൻഷൻ LT⁻² എന്ന് എനിക്കറിയാം. ശരിയല്ലേ? അതിനെ ഞാൻ വീണ്ടും ഡയമെൻഷൻ ഉള്ള ഒരു ബീറ്റ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതിന് ഞാൻ ഒരു L⁻1T ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് ക്യാൻസൽ ആയി പോകും, എല്ലും. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി. അതായത് ആക്സിലറേഷൻ ഡയമെൻഷൻ ഉള്ള ഒരു ക്വാണ്ടിറ്റിനെ ഞാൻ ഒരു ഡയമെൻഷൻ ഉള്ള മറ്റൊരു ക്വാണ്ടിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു ഡയമെൻഷൻ ഉള്ള ഫിസിക്കൽ എൻറ്റിറ്റി കിട്ടും. ബട്ട് ഇറ്റ്സ് ഡയമെൻഷൻ വിൽ ബി നെവർ LT⁻². ശരിയല്ലേ? കാരണം LT⁻² ഞാൻ ഡയമെൻഷൻ ഉള്ള ഒരു ക്വാണ്ടിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. So whatever be the answer I'm going to get, it does not have a dimension of, or it will not have a dimension of LT⁻². Clear? So option C is also wrong. Option C is also wrong. Clear? Option D. ഓപ്ഷൻ ഡി നമുക്ക് ചെയ്ത് നോക്കാം. ഇറ്റ് ഇസ് 2 β² വി ക്യൂബ്. നമ്മൾ ഇവിടെ ആൽഫ ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ഇതുവരെ ചെയ്ത് വെച്ചിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്ത് നോക്കാം. β² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ ഡയമെൻഷൻ L⁻1T. അപ്പോൾ β² ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ L⁻²T². വി ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LT⁻1 ഹോൾ ക്യൂബ്, ദാറ്റ് ഇസ് L⁻T⁻−3. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ L⁻⁵ L⁻². രണ്ടും കൂടി പോയിട്ട് നമുക്ക് എന്ത് വരും? L എന്ന് വരും. T⁻T², T⁻3 കൂടി പോയി കഴിഞ്ഞാൽ LT⁻1 വരും. സോ ഇത് LT⁻1 ആണ് വന്നത്. നമുക്ക് എന്താ കിട്ടേണ്ടത്? നമുക്ക് LT⁻² എന്നാണ് കിട്ടേണ്ടത്. ഓപ്ഷൻ ഡി ഈസ് ഓൾസോ റോങ് ആൻഡ് ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ എ. And hence the answer is option A. So is it clear? Is it clear? ആൽഫയുടെ ഡയമെൻഷൻ എടുത്തതൊന്നും കൂടി പറഞ്ഞുതരും. ബാക്കി ഓക്കെ. ആൽഫ ഡയമെൻഷൻ എടുത്തും കൂടി പറഞ്ഞുതരും. ആൽഫ ഡയമെൻഷൻ എടുത്ത് സിമ്പിൾ ആണ്. അതായത് നമുക്ക് T is equal to alpha x² plus beta x എന്നല്ലേ? T is equal to alpha x² plus beta x എന്നാണെങ്കിൽ ഈ ആൽഫ x² ബീറ്റ എക്സിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. ഇങ്ങനെ ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കണമെങ്കിൽ, ഈ ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരേ ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റി മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആൽഫ x²നും ബീറ്റ എക്സിനും ഈ ഒരേ ഡയമെൻഷൻ ആയിരിക്കണം, എന്നാൽ മാത്രമേ അത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആൽഫ x²നും ബീറ്റ എക്സിനും ഒരേ ഡയമെൻഷൻ ആണെന്ന് മനസ്സിലായി. ഇനി ആ ഡയമെൻഷൻ എന്താ? ആ ഡയമെൻഷൻ വിൽ ബി ദാറ്റ് ഓഫ് ടൈം. രണ്ട് സാധനം ആഡ് ചെയ്തു, നമുക്ക് കിട്ടിയത് ഫൈനൽ ആൻസർ ടൈമിന്റെയാണ്. അപ്പോൾ ആഡ് ചെയ്ത സംഭവം എന്താ? ആഡ് ചെയ്ത സംഭവം ടൈം ആയിരിക്കും. മാസം ആഡ് ചെയ്ത ടൈം കിട്ടൂലല്ലോ. ടൈം കിട്ടണമെങ്കിലും ടൈം ആഡ് ചെയ്യണം. ശരിയല്ലേ? അപ്പം ഇതിൽ നിന്ന് T is equal to alpha x² എന്ന് കിട്ടി. ഡയമെൻഷൻ ഓഫ് T ആൻഡ് ഡയമെൻഷൻ ഓഫ് ആൽഫ x² സെയിം എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്താ? ഡയമെൻഷൻ ഓഫ് ആൽഫ ഈസ് L⁻²T എന്ന് കിട്ടി. ക്ലിയർ? സോ ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും എല്ലാവർക്കും മനസ്സിലായോ? ഈ 3 ക്വസ്റ്റ്യൻസും എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ ഇത്ര സംഭവങ്ങൾ മാത്രമാണ് ഓരോ ക്വസ്റ്റിനും വേണ്ടിയിട്ട് ചെയ്തത്. ഓരോ ക്വസ്റ്റിനും വേണ്ടിയിട്ട് നമ്മൾ ആ വർക്കൗട്ട് ചെയ്ത സ്ഥലങ്ങളും നോക്കുക. അതിൽ തന്നെ പല കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യുമ്പോൾ മാത്രം എഴുതേണ്ടതാണ്. നമുക്ക് എക്സാമിന് നോക്കുമ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് തന്നെ ആൻസർ ഇതാക്കാം. ഈ ക്വസ്റ്റൻ നോക്കുക നിങ്ങൾ. ഇപ്പോൾ ഈ തേർഡ് ക്വസ്റ്റൻ, ഈ ക്വസ്റ്റൻ നിങ്ങൾക്ക് എക്സാമിന് വന്നിട്ടാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോയി ഇതിന് dx/dt കണ്ട് ആ dx/dt വീണ്ടും നമ്മൾ ഒരിക്കലും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത്, അപ്പോൾ ഇതിന് dx/dt കാണുന്നതിൽ തന്നെ വലിയ ചടങ്ങാണ്. ശരിയല്ലേ? അതായത് ഇവിടെ dt/dt ഉണ്ട്, α2x dx/dt കോമൺ എടുക്കണം. അപ്പോൾ ഒരു 1/α2x plus ബീറ്റ എന്നൊക്കെ വരും. അതിന് നമ്മൾ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു എന്താ പറയുക, റെസിപ്രോക്കൽ 1/x എന്നുള്ള ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പോലെ ആവും. അത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ്. അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ശരിയല്ലേ? അപ്പം ഇറ്റ്സ് ഈസി. സോ ക്ലിയർ ആണോ? ഡു യു തിങ്ക് ദിസ് മെത്തേഡ് ഇസ് എഫക്റ്റീവ്? നിങ്ങൾക്ക് എക്സാമിന് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ? Okay. So okay. I'm getting good responses. So I hope it's clear till now. Let's move on. Let's move on. Move on to the next further. അടുത്ത
അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബ്ലോക്ക് ഇസ് കെപ്റ്റ് ഓൺ ഇൻക്ലൈൻ പ്ലെയിൻ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ ഓഫ് ലെങ്ത് എൽ. ദ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് ദി ബോട്ടം ഓഫ് ഇൻക്ലൈൻഡ് ഈസ് ദി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്, ഇറ്റ് ഇസ് മ്യൂ. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇസ് മ്യൂ. അപ്പം എ ബ്ലോക്ക് ഇസ് കെപ്റ്റ് ഓൺ ഇൻക്ലൈൻ പ്ലെയിൻ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ ഓഫ് ലെങ്ത് എൽ. ദി വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് ദി ബോട്ടം ഓഫ് ദി ഇൻക്ലൈൻഡ് ഈസ്. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റൻ? അതാദ്യം പറഞ്ഞേ, ഇത് ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റനാ? ഒബ്വിയസ്ലി ആയിഷ അസറ പറയുന്ന പോലെ ഇത് ലോസ് ഓഫ് മോഷനിലെ ക്വസ്റ്റൻ ആണ്, ശരിയല്ലേ? ഇത് ലോസ് ഓഫ് മോഷനിലെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ലോസ് ഓഫ് മോഷനിലെ ഈ ക്വസ്റ്റൻ അപ്പോൾ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മളോട് പറഞ്ഞു അല്ലേ, അതായത് നമ്മളൊരു ഫിസിക്കൽ ഇതിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യനെ ഒരു MCQനെ നമ്മൾ ഫിസിക്കൽ വേൾഡായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ്, നമ്മളൊരു MCQയെ നമ്മളൊരു ഫിസിക്കൽ വേൾഡായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ്. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കഷൻ തുടങ്ങുമ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, ശരിയല്ലേ? V is equal to root 2gh. V is equal to root 2gh എന്നൊരു ഇക്വേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതായത് ഒരു ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റ് ഒരു ബോഡിനെ നമ്മൾ മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും ബോട്ടം മോസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി, അല്ലെങ്കിൽ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിന് ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ വിത്ത് ഇൻക്ലിനേഷൻ തീറ്റ ആൻഡ് ഹൈറ്റ് h ആണെങ്കിൽ ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇതിനെ മുകളിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബോട്ടം മോസ്റ്റ് പോയിന്റ് ഇവിടെ എത്തുന്ന വെലോസിറ്റി ഇറ്റ്സ് ഓൾ ഫിസിക്കൽ റൂട്ട് 2gh. ഇത് നിങ്ങൾ അറിയുന്ന കാര്യമാവും, ശരിയല്ലേ? ഇത് ഞാൻ ഇവിടെ ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അറിയാം. അപ്പോൾ നമ്മളൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിസ് ഇൻക്ലൈൻഡ് പ്ലെയിൻ സ്മൂത്ത്. ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ സ്മൂത്ത് ആണ്, അവിടെ ഫ്രിക്ഷൻ ഒന്നും ഇല്ല. അപ്പോൾ ഫ്രിക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്കറിയാം ബോട്ടം മോസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി വിൽ ബി റൂട്ട് 2gh. പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഹൈറ്റ് അല്ല തന്നിട്ടുള്ളത്, ആ ഇതിന്റെ പ്ലാങ്കിന്റെ ലെങ്ത് ആണ് തന്നിട്ടുള്ളത്, അതായത് ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് തന്നിട്ടുള്ളത്, ശരിയല്ലേ? ഇവിടെ ഹൈറ്റ് അല്ല തന്നിട്ടുള്ളത്, ഈ ഹൈറ്റിന് പകരം അവർ ഇൻക്ലൈൻഡ് പ്ലെയിന്റെ ലെങ്ത് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇതിൽ നമുക്ക് എന്ത് എഴുതാം? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു h/l എന്ന് എഴുതാം, ഓർ h is equal to L sin theta എന്ന് എഴുതാം, ശരിയല്ലേ? സൈൻ തീറ്റ is equal to h/l എന്ന് എഴുതാം, ഓർ h is equal to L sin theta എന്ന് എഴുതാം, ശരിയല്ലേ? അപ്പം അതുപോലത്തെ അപ്പോൾ നമുക്ക് എന്താവും? V is equal to root 2g, h-ന് പകരം ഞാൻ L sin theta എന്ന് കൊടുക്കുകയാണ്. V is equal to root 2g L sin theta എന്ന് കൊടുക്കുകയാണ്. ക്ലിയർ? ഇത്രയും എല്ലാവരും ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയും ക്ലിയർ ആയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റൻ ഇവിടെ കേട്ടോ, ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്മൂത്ത് സർഫസ്. നമ്മളൊരു സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ മുകളിൽ നിന്നൊരു ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അത് താഴോട്ട് എത്തുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ വെലോസിറ്റിയാണ് നമ്മൾ V is equal to root 2g L sin theta എന്ന് എഴുതിയിട്ടുള്ളത്. V is equal to root 2g L sin theta എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പം സ്മൂത്ത് ആണ് സർഫസ് എങ്കിൽ വെലോസിറ്റി ഈസ് root 2g L sin theta, അതെനിക്കറിയാം. സ്മൂത്ത് ആണ് സർഫസ് എന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? If the surface is smooth, that means mu is equal to 0. സർഫസ് സ്മൂത്ത് ആണെങ്കിൽ mu is equal to 0 ആണ്. ക്ലിയർ? സർഫസ് സ്മൂത്ത് ആണെങ്കിൽ mu is equal to 0 ആണ്. സോ ഇഫ് ഐ ഗീവ് mu is equal to 0, ഞാൻ ഈ ഓപ്ഷൻസിൽ mu is equal to 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തന്ന ഈ ചോദ്യത്തിന് ഞാൻ എങ്ങനെ മാറ്റി? അതൊരു സ്മൂത്ത് സർഫസ് ആക്കി മാറ്റി. അപ്പോൾ സ്മൂത്ത് സർഫസ് ആണെങ്കിൽ എനിക്ക് എന്ത് കിട്ടണം? ഫൈനൽ ആൻസർ V is equal to root 2g L sin theta എന്ന് കിട്ടണം. If I give mu is equal to 0, I should get a answer V is equal to root 2g L sin theta എന്ന് കിട്ടണം. അങ്ങനെ കിട്ടുന്ന ആൻസർ മാത്രമേ കറക്റ്റ് ആയിരിക്കുള്ളൂ, ശരിയല്ലേ? അവർ തന്ന ചോദ്യത്തിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ട്, ഓക്കെ, അത് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ അസ്യൂം ചെയ്യാണ് ഇൻ എ പർട്ടിക്കുലർ കേസ് വേർ ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇസ് 0. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0 ആണെങ്കിൽ, അതായത് mu is equal to 0 ആണെങ്കിൽ the final answer I am going to get should be V is equal to root 2g L sin theta. കൊടുത്തു നോക്കാം. ഫസ്റ്റ് ഏരിയ ഞാൻ കൊടുത്തപ്പോൾ എന്താ എനിക്ക് കിട്ടുന്നത്? ഞാൻ mu is equal to 0 എന്ന് കൊടുത്തു. അപ്പോൾ ഈ ടേം മൊത്തം 0 ആയി. ബാക്കി എന്താ കിട്ടുന്നത്? മൈനസ് 2g L sin theta എന്ന് കിട്ടി. മൈനസ് 2g L sin theta. എനിക്ക് കിട്ടേണ്ടത് എന്താ? 2g L sin theta. അപ്പം ഓപ്ഷൻ എ ഇസ് റോങ്. അപ്പോൾ ഓപ്ഷൻ എ ഇസ് റോങ് ബിക്കോസ് വെൻ ഐ ഗീവ് mu is equal to 0, ദിസ് ആൻസർ ബിക്കംസ് മൈനസ് 2g L sin theta. അപ്പോൾ ഓപ്ഷൻ എ ഇസ് റോങ്. ഓപ്ഷൻ ബിയിലോട്ട് ഞാൻ വരികയാണ്. ഓപ്ഷൻ ബിയിലോട്ട് ഞാൻ വരുമ്പോൾ 2gl ഇവിടെ sin theta ഉണ്ട്, ഇവിടെ mu ഇവിടെ ഈ ഇതിലാണുള്ളത്. അപ്പോൾ ഈ മ്യൂനെ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം മൊത്തം 0 ആവും. ഈ ടേം മൊത്തം 0 ആവും. ബാക്കി എന്താ റിമൈനിങ്? ദാറ്റ് ഈസ് റൂട്ട് 2gl sin theta. ബാക്കി എന്താ റിമൈനിങ്? ദാറ്റ് ഈസ് റൂട്ട് 2gl sin theta. ഓക്കെ, റൂട്ട് 2gl sin theta. അപ്പോൾ ബി ക്യാൻ ബി ദി ആൻസർ. അതായത് mu is equal to 0 എന്ന് ഞാൻ കൊടുക്കുമ്പോൾ ബി ക്യാൻ ബി ദി ആൻസർ. ബി ക്യാൻ ബി ദി ആൻസർ. mu is equal to 0 എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് v is equal to root 2gl sin theta എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ബി ക്യാൻ ബി ദി ആൻസർ. സിയിൽ ഞാൻ നോക്കി എന്താ? ഇനി വേറൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ രണ്ട് സാധനത്തിന് ഡയമെൻഷൻ സെയിം എന്ന് എന്താ ചെയ്യാന്നുള്ളത്. ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഈ സാധനത്തിൽ 4 ഡയമെൻഷൻ ഒന്നായിരിക്കും, ഈ
ഈ സാധനത്തിൽ 4 ക്വാണ്ടിറ്റി ഡയമെൻഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വെലോസിറ്റിയുടെ ആയിരിക്കും. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് വേറെ വഴികളുണ്ട്. ഓക്കെ, അങ്ങനത്തെ സമയങ്ങളിൽ നമുക്ക് വേറെ വഴികളുണ്ട്. അപ്പോൾ ബി ക്യാൻ ബി ദി ആൻസർ. ഓപ്ഷൻ സി നോക്കുക. ഓപ്ഷൻ സിയിൽ 2gl ഉണ്ട്, മ്യൂ ഞാൻ 0 എന്ന് കൊടുത്തു, അപ്പോൾ ഈ ടേം 0 എന്നായി, ബാക്കി റൂട്ട് 2gl സൈൻ തീറ്റ പറ്റിപ്പോയി. എന്തായി? സി ക്യാൻ ഓൾസോ ബി ദി ആൻസർ. ബിയും ആൻസർ ആകാം, സിയും ആൻസർ ആകാം. ഡിയും കൂടി നോക്കിയേക്കാം. ഡിയിൽ എന്താ? റൂട്ട് 2gl കോസ് തീറ്റ മ്യൂ സൈൻ തീറ്റ. അപ്പോൾ ഈ ടേം ആണ് മ്യൂ ഇവിടെയാണ്, ഈ ടേം ആണ് 0, ബാക്കി റൂട്ട് 2gl കോസ് തീറ്റ. അപ്പോൾ ഡി എന്തായാലും ആൻസർ അല്ല. ഓക്കെ, അപ്പോൾ എ ആൻസർ അല്ല, ഡി ആൻസർ അല്ല. എ ആൻസർ അല്ല, ഡി ആൻസർ അല്ല. ഏത് ക്വസ്റ്റൻ ആണ് ഈ ട്രിക്ക് യൂസ് ചെയ്യേണ്ടത് എങ്ങനെ മനസ്സിലാവുന്നത് ഐ ഡിസ്കസ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം എ ആൻസർ അല്ല, ഡി ആൻസർ അല്ല എന്ന് മനസ്സിലായി. ബാക്കി എന്താ ഉള്ളത്? ബി ഉണ്ട്, സി ഉണ്ട്. ഇനി ബിയും സിയിലും ഏതാണ് ആൻസർ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ബിയും സിയും ഏതാണ് ആൻസർ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസെപ്റ്റ്, അതായത് ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ കേസ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എന്തായി? 2 ഓപ്ഷൻ ഒഴിവായി കിട്ടി. ഇനി നമുക്ക് ഓപ്ഷൻ ബി ഉണ്ട്, ഓപ്ഷൻ സി ഉണ്ട്. അതിൽ ഏതാണെന്നുള്ളതാണ് അറിയേണ്ടത്. ഓപ്ഷൻ ബിയും സിയും നോക്കുക. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതിന് നിങ്ങൾ എനിക്ക് മറുപടി തരണം. ഞാൻ 2 കേസസ് എടുക്കുകയാണ്. 2 കേസ് എടുക്കുകയാണ്. ഫസ്റ്റ് കേസ്, സെക്കൻഡ് കേസ്. ഫസ്റ്റ് കേസിൽ ഇറ്റ് ഈസ് സ്മൂത്ത് ആൻഡ് സെക്കൻഡ് കേസിൽ ഇവിടെ മ്യൂ ഇസ് ഈക്വൽ ടു സം വാല്യൂ, എക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. സ്മൂത്ത് അല്ല, റഫ് ആണ്. അങ്ങനെ ഞാൻ 2 ഇൻക്ലൈൻഡ് പ്ലെയിനിന് മുകളിൽ നിന്നൊരു ബോഡി റിലീസ് ചെയ്യാണ്. ഇത് താഴെത്തുമുള്ള വെലോസിറ്റി വി എ, ഇത് താഴെത്തുമുള്ള വെലോസിറ്റി വി ബി. അങ്ങനെയാണെങ്കിൽ വി എ ആയിരിക്കോ വലിയ വെലോസിറ്റി, ഒരു വി ബി ആയിരിക്കോ വലിയ വെലോസിറ്റി? മറ്റൊരു അർത്ഥത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രിക്ഷൻ ഉള്ള ഒരു ഇൻക്ലൈൻഡ് സർഫസിലൂടെ താഴോട്ട് വരുമ്പോൾ ഉള്ള വെലോസിറ്റി ആയിരിക്കോ കൂടുതൽ, ഫ്രിക്ഷൻ ഇല്ലാത്തൊരു ഇതിലൂടെ താഴോട്ട് വരുമ്പോൾ ഉള്ള വെലോസിറ്റി ആയിരിക്കോ കൂടുതൽ? അപ്പോൾ നുഹ പി കെ പറയുന്ന പോലെ തന്നെ ഒബ്വിയസ്ലി വി എ ആയിരിക്കും കൂടുതൽ. കാരണം എന്താ? ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ അതെന്താവും? ഇതിനെ ഓപ്പോസ് ചെയ്യുമ്പോൾ വെലോസിറ്റി കുറയും. അപ്പോൾ നമുക്ക് 2gl സൈൻ തീറ്റനേക്കാളും ഫ്രിക്ഷൻ ഇല്ലാത്ത സമയമുള്ള വെലോസിറ്റി, ദാറ്റ് ഈസ് 2gl സൈൻ തീറ്റ. ശരിയല്ലേ? ഇവിടുത്തെ വെലോസിറ്റി നമ്മൾ നേരത്തെ കണ്ടുവച്ചു 2gl സൈൻ തീറ്റ. അപ്പോൾ ഫ്രിക്ഷൻ ഉള്ള കേസിലാണെങ്കിൽ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ലെസ് ദാൻ 2gl സൈൻ തീറ്റ. ഫ്രിക്ഷൻ ഉള്ള കേസസിൽ ലെസ് ദാൻ 2gl സൈൻ തീറ്റ ആയിരിക്കും. ശരിയല്ലേ? ഫ്രിക്ഷൻ ഉള്ള കേസസിൽ ഇത് വെലോസിറ്റി വിൽ ബി ലെസ് ദാൻ 2gl സൈൻ തീറ്റ. ഇനി ഈ ഓപ്ഷൻ ബി, ഓപ്ഷൻ സി ഒന്ന് നോക്കിയാൽ, ഇവിടെ 2gl സൈൻ തീറ്റന്റെ കൂടെ മ്യൂ കോസ് തീറ്റ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് വാല്യൂസ് ബിഗർ ദാൻ 2gl സൈൻ തീറ്റ. ഇവിടെ നമ്മൾ 2gl സൈൻ തീറ്റന്റെ കൂടെ മ്യൂ കോസ് തീറ്റ ആഡ് ചെയ്തിട്ടാണുള്ളത്. സോ ദിസ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 2gl സൈൻ തീറ്റ. ഇവിടെ നോക്കിയേ, ഇവിടെ 2gl സൈൻ തീറ്റ നമ്മൾ മ്യൂ കോസ് തീറ്റ സബ്ട്രാക്ട് ചെയ്ത്, അപ്പോൾ ഇത് 2gl സൈൻ തീറ്റനേക്കാളും ചെറിയൊരു വാല്യൂ ആണ്. ക്ലിയർ ആണോ? ഓപ്ഷൻ സിയിൽ 2gl സൈൻ തീറ്റനോട് നമ്മളൊരു വേറെ ഒരു വാല്യൂ ആഡ് ചെയ്തു. അപ്പോൾ ഒബ്വിയസ്ലി ദാറ്റ് വാല്യൂ വിൽ ബി മോർ ദാൻ റൂട്ട് ഓഫ് 2gl സൈൻ തീറ്റ. ഓപ്ഷൻ ബിയിലോ 2gl സൈൻ തീറ്റനോട് നമ്മളൊരു സാധനം സബ്ട്രാക്ട് ചെയ്യാണ്. സോ അത് വിൽ ബി ലെസ് ദാൻ റൂട്ട് ഓഫ് 2gl സൈൻ തീറ്റ. അതുകൊണ്ട് തന്നെ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ എ ഒഴിവായി, ഓപ്ഷൻ സി ഒഴിവായി, ഓപ്ഷൻ ഡി ഒഴിവായി. വീണ്ടും ഞാൻ പറയുന്നു, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അടുത്ത ടൈമാണിത്. എക്സാമിന് വരുമ്പോൾ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. എക്സാമിന് എനിക്ക് ഈ ക്വസ്റ്റൻ വന്നു. എക്സാമിന് ക്വസ്റ്റൻ വന്നപ്പോൾ ഞാൻ നോക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ നോക്കി, എനിക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ വന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ആണ്, എനിക്ക് ട്രിക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ട്രിക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? റൂട്ട് ഓഫ് 2gl സൈൻ തീറ്റ എന്ന് വാല്യൂ കിട്ടണം, മ്യൂ കോസ് തീറ്റ, മ്യൂ ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ. അപ്പോൾ ഞാൻ നോക്കി, അതിൽ മ്യൂ ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഈ 2 ടേംസ് ആണ് ഇവിടെ 2 കൊടുത്താണ് മ്യൂ കോസ് തീറ്റന്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ഞാൻ ഒറ്റ സെക്കൻഡിൽ എലിമിനേറ്റ് ചെയ്യും. ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ഞാൻ ഒറ്റ സെക്കൻഡിൽ എലിമിനേറ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2gl സൈൻ തീറ്റയും 2gl സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ ഉണ്ട്. എനിക്ക് നോർമലി അറിയാം, നമ്മളിതിപ്പോൾ ഞാൻ ഈ ഫിഗർ വരച്ച പോലെ കാണിച്ചിരുന്നു വേണ്ട, നമുക്ക് മനസ്സിലാലോചിച്ചാൽ തന്നെ അറിയാം, ഫ്രിക്ഷൻ ഉള്ള ഒരു സ്ഥലത്തായിരിക്കും എപ്പോഴും വെലോസിറ്റി കുറവ്. അപ്പോൾ നമ്മളെ ആൻസർ ഷുഡ് ബി ലെസ് ദാൻ 2gl സൈൻ തീറ്റ. ശരിയല്ലേ? നമ്മളെ ആൻസർ ഷുഡ് ബി ലെസ് ദാൻ 2gl സൈൻ തീറ്റ. സോ ദ ആൻസർ, ഞാൻ അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യും? 2gl സൈൻ തീറ്റനേക്കാളും വലിയ വാല്യൂ ഉള്ള സി, ഓപ്ഷൻ സിയും ഞാൻ ഒഴിവാക്കും. സോ ദ ഫൈനൽ ആൻസർ ഇസ് ബി. ഇസ് ഇറ്റ് ക്ലിയർ? ഈ ടെക്നിക്ക് എല്ലാവർക്കും മനസ്സിലായോ? സോ ദിസ് ഇസ് ദി സെക്കൻഡ് വൺ. After dimensional analysis, this is the second trick I need to introduce to you. Okay, ഇതിനെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പേരൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ഇതിനെപ്പോഴും പറയാറുള്ളത് ജനറൽ കേസിനെ സ്പെഷ്യൽ കേസ് ആക്കുക എന്നാണ് ഞാൻ ഇതിനെപ്പോഴും പറയാറുള്ളത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിന് പിന്നീട് ഒരു പേരൊക്കെ ഇടാം. തൽക്കാലം ഞാൻ ജനറൽ കേസിനെയും സ്പെഷ്യൽ കേസിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളതൊക്കെ ഞാൻ വേണമെങ്കിൽ സബ്സിക്വന്റ് ക്ലാസ്സിൽ നമ്മൾ ഫ്യൂച്ചർ ഡിസ്കഷൻസിൽ നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാം. ഫോർ ദി ടൈം ബീങ് നമ്മുടെ ടൈം ബൗണ്ടറിയും കൂടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനൊന്നും ഡിസ്കസ് ചെയ്യാൻ സമയമില്ല. തൽക്കാലം ഈ ക്വസ്റ്റൻ എല്ലാവർക്കും മനസ്സിലായോ? ഇസ് ഇറ്റ് ക്ലിയർ? ഇങ്ങനെയും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഇത് നമുക്ക് ഞാൻ പറയുന്നത് ഒരു ചാപ്റ്ററിലെയോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിലെയോ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, പല സബ്ജക്റ്റിലെയും പല ചാപ്റ്റേഴ്സിലെയും ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനത്തെ ട്രിക്സ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ക്ലിയർ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കാം. എ ബ്ലോക്ക് ഇസ് കെപ്റ്റ് ഓൺ എ ഫ്രിക്ഷൻലെസ് ഇൻക്ലൈൻഡ് സർഫസ് വിത്ത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആൽഫ.
The block is kept on a 1 second. Okay, നമ്മൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ക്വസ്റ്റൻ ആൻസർ സെഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എ ബ്ലോക്ക് ഇസ് കെപ്റ്റ് ഓൺ എ ഫ്രിക്ഷൻലെസ് ഇൻക്ലൈൻ സർഫസ് വിത്ത് ആൻ ആംഗിൾ ഇൻക്ലിനേഷൻ ഓഫ് ആൽഫ. ദ ഇൻക്ലൈൻ ഇസ് ഗിവൻ ആൻ ആക്സലറേഷൻ എ ടു കീപ് ദ ബ്ലോക്ക് സ്റ്റേഷനറി. ദെൻ എ ഇസ് ഈക്വൽ ടു ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ഈ ചിത്രം കണ്ടോ, ഈ ചിത്രത്തിൽ ഒരു ബ്ലോക്ക് ഇങ്ങനെ ഇൻക്ലിനേഷൻ ആൽഫ ഉള്ള ഒരു സ്ഥലത്ത് ഈ ബ്ലോക്ക് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലോക്കിന് ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സലറേഷൻ എ കൊടുത്തു. ഞാനൊരു ആക്സലറേഷൻ എ കൊടുത്തു. എന്തിനാണ്? ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ഇൻക്ലിനേഷനിൽ ഒരു ഒബ്ജക്റ്റ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് സ്ലൈഡ് ചെയ്ത് താഴോട്ട് വരും. ശരിയല്ലേ? വെറുതെ ഒരു ഇൻക്ലിനേഷനിൽ ഞാനൊരു ഒബ്ജക്റ്റ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് എന്തായാലും സ്ലൈഡ് ചെയ്ത് താഴോട്ട് വരും. അപ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ആക്സലറേഷൻ കൊടുത്തു. ആ ആക്സലറേഷൻ കൊടുത്തപ്പോൾ ആ ആക്സലറേഷൻ കൊടുക്കുന്നതിന്റെ കണ്ടീഷൻ എന്താ? ദാറ്റ് ദിസ് ബോഡി ഷുഡ് നോട്ട് സ്ലൈഡ് ഫർദർ. ഞാൻ ആക്സലറേഷൻ കൊടുക്കുന്നതോടെ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യരുത്? ഇറ്റ് ഷുഡ് നോട്ട് സ്ലൈഡ് ഫർദർ. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ നമുക്ക് ഇത് വീണ്ടും എന്ത് ചെയ്യാം? കൺവെൻഷണൽ വേസിൽ സോൾവ് ചെയ്യാം. അതായത് ഈ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്ന ഒരു ആക്സലറേഷൻ ആണ്. ദാറ്റ് വിൽ പ്രൊഡ്യൂസ് സ്യൂഡോ ഫോഴ്സ്. ശരിയല്ലേ? ആ സ്യൂഡോ ഫോഴ്സ് ചെയ്തിട്ട് ആ സ്യൂഡോ ഫോഴ്സ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം എഫ്. ആ എഫിന് ഒരു കോമ്പണൻസ് ഉണ്ടാവും, എഫ് കോസ് തീറ്റ, എഫ് സൈൻ തീറ്റ. അതെല്ലാം വെച്ച് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ശരിയല്ലേ? ഇനി അതൊന്നും വേണ്ട, ഞാൻ ആലോചിക്കുകയാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്താ ആലോചിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻക്ലിനേഷനെ, അതായത് തീറ്റ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഈ ഇൻക്ലിനേഷൻ ഞാൻ എന്താക്കി? വെർട്ടിക്കലാക്കി. ഈ ഇൻക്ലിനേഷനെ, അതായത് ഇത്രയും സമയം ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഒബ്ജക്റ്റ്, ഇതാ എൻ്റെ വാച്ചാണ് ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നത് ഇവിടെ കെട്ടിയതാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ വെറുതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ലൈഡ് ചെയ്ത് വരുമായിരുന്നു. ശരിയല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ ഒബ്ജക്റ്റിനെ ഞാൻ ഇവിടെ വെച്ചു. എന്നിട്ട് ഞാൻ ഒരു പെർട്ടിക്കുലർ ആക്സലറേഷൻ കൊടുക്കുകയാണ്. ആ ആക്സലറേഷൻ കൊടുക്കുമ്പോൾ കണ്ടീഷൻ എന്താ? ദിറ്റ് ഒബ്ജക്ട് ഷുഡ് നോട്ട് സ്ലൈഡ് ഫർദർ. ഞാൻ അങ്ങനെ എന്ത് ചെയ്തു? ഈ ഇൻക്ലിനേഷൻ പൊക്കി കൊണ്ടുവന്ന് ഞാൻ ഇതിനെ വേർട്ടിക്കലാക്കി. അതിനെ വേർട്ടിക്കലാക്കി കഴിഞ്ഞാൽ ഇതിവിടെ അറ്റാച്ച്ഡ് അല്ലെങ്കിൽ ഇതാ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ ഞാൻ വേർട്ടിക്കലാക്കി കഴിഞ്ഞാൽ ഇത് എന്തായാലും വീഴും. ശരിയല്ലേ? ഞാൻ ഇത് വേർട്ടിക്കലാക്കി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ദാറ്റ് ഒബ്ജക്ട് ഇസ് ഗോയിങ് ടു ഫോൾ. ഞാൻ എന്ത് ആക്സലറേഷൻ കൊടുത്തോട്ടെ, എങ്ങനെ കൊടുത്തോട്ടെ, ഞാൻ വേർട്ടിക്കലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഫുൾ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ആണ്. എന്തുകൊണ്ടും ഈ സാധനം താഴോട്ട് വീഴും. ശരിയല്ലേ? അപ്പം ഇഫ് ആൽഫ ഈസ് ഈക്വൽ ടു വേർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇഫ് വേർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ആൽഫ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. വേർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ശരിയല്ലേ? അപ്പോൾ ഇഫ് ആൽഫ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എനിക്ക് കിട്ടേണ്ട ആക്സലറേഷൻ എന്തായിരിക്കണം? അതായത് ദാറ്റ് ആക്സലറേഷൻ ദാറ്റ് ഈസ് നീഡഡ് ടു മേക്ക് ദ ബ്ലോക്ക് അറ്റ് റെസ്റ്റ് ഇറ്റ്സെൽഫ്. when alpha is equal to 90 degree, the acceleration for which is required to make the block at rest, that will be infinity. ശരിയല്ലേ? ഞാൻ എത്ര ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാലും ആ ഒബ്ജക്റ്റ് അവിടെ നിൽക്കൂല. ഇഫ് ആൽഫ ഈസ് ഈക്വൽ 90 ഡിഗ്രി ഞാൻ എത്ര ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാലും ആ ഒബ്ജക്റ്റ് അവിടെ നിൽക്കൂല. ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? താഴോട്ട് സ്ലൈഡ് ചെയ്ത് വരിക തന്നെ ചെയ്യും. ക്ലിയർ അല്ലേ? സോ ഇഫ് ആൽഫ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ഐ ഷുഡ് ഗെറ്റ് ദി ആൻസർ ആസ് ഇൻഫിനിറ്റി. ക്ലിയർ ആണോ? If alpha is equal to 90 degree, I should get an answer as infinity. ഓപ്ഷൻസിലോട്ട് നോക്കുക. എയിൽ ആൽഫ ഇല്ല, അപ്പം എ ഇസ് ഡെഫിനറ്റ്ലി റോങ്. എയിൽ ആൽഫ ഇല്ലാത്തതുകൊണ്ട് എ ഇസ് ഡെഫിനറ്റ്ലി റോങ്. ബിയിൽ ജി ടാൻ ആൽഫ. അപ്പം ഞാൻ ആൽഫ ഇസ് ഈക്വൽ 90 ഡിഗ്രി എന്ന് കൊടുക്കുകയാണ്. ആൽഫ ഇസ് ഈക്വൽ 90 ഡിഗ്രി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടാൻ 90 is infinity. So this answer will be infinity. So B can be the answer. ഓപ്ഷൻ സിയിൽ ഞാൻ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ടാൻ ആൽഫ ഈസ് അഗൈൻ ഇൻഫിനിറ്റി, ബട്ട് ദാറ്റ് ഈസ് ജി ബൈ ഇൻഫിനിറ്റി. ടാൻ 90 എന്നുള്ള ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ ജി ബൈ ഇൻഫിനിറ്റി ദാറ്റ് ഈസ് 0. എനി നമ്പർ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി ഈസ് 0. സോ ഓപ്ഷൻ സി ഈസ് ഓൾസോ റോങ്. ഓപ്ഷൻ ഡി ജി കൊസീക് ആൽഫ. എനിക്ക് എങ്ങനെ എഴുതാം? കൊസീക് ഈസ് ഇൻവേഴ്സ് ഓഫ് സൈൻ. സോ ജി കൊസീക് ആൽഫ എനിക്ക് ജി ബൈ സൈൻ ആൽഫ എന്ന് എഴുതാം. ഞാൻ 90 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ജി ബൈ സൈൻ 90 is 1, so it is g. എനിക്ക് പക്ഷേ ആൽഫ ഇസ് ഈക്വൽ 90 എന്ന് കൊടുക്കുമ്പോൾ എത്ര കിട്ടണം? എനിക്ക് ഇൻഫിനിറ്റി എന്ന് കിട്ടണം. സോ ഓപ്ഷൻ ഡി ഈസ് ഓൾസോ റോങ്. വാട്ട് ഇസ് റിമൈനിങ്? ഓപ്ഷൻ ബി. വീണ്ടും നോക്കുക, ഇക്വേഷൻസ് ഒന്നുമില്ല ഇതിൽ. വർക്ക്ഔട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ പോലും ഞാൻ ഒന്നും എഴുതേണ്ടി വന്നിട്ടില്ല. ഞാൻ ആകെ എഴുതേണ്ടി വന്നത് ഈ ഒരു കണ്ടീഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിന് നമ്മൾ ഫിസിക്കലി നമ്മൾ അതിനെന്ത് ചെയ്തു? ഒന്ന് മാറ്റിയെടുത്തു. ഫിസിക്കലി നമ്മളതിനെ ചെറുതായിട്ടൊന്ന് മാറ്റിയെടുത്തു. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്ലെയിനെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ വെർട്ടിക്കലാക്കിയപ്പോൾ എന്തായി? വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇതില് പ്ലെയിനിൽ എന്തായാലും ഈ ഒബ്ജക്റ്റ് താഴോട്ട് വീഴും. വാട്ട് എവർ ആക്സലറേഷൻ യു ആർ ഗിവിംഗ്, ദാറ്റ് ഒബ്ജക്റ്റ് ഇസ് ഗോയിങ് ടു ഫോൾ. അപ്പോൾ when alpha is equal to 90 degree, the acceleration we should give is infinity. Clear ആണോ?
ഇനി എന്തുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റനിൽ ആൽഫ ഈസ് ഈക്വൽ 90 ഡിഗ്രി എന്ന് കൊടുത്തു? ബിക്കോസ് ഐ നോ അത് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ദാറ്റ് കംസ് വിത്ത് പ്രാക്ടീസ്. ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റൻസ് നിങ്ങൾ വീണ്ടും വീണ്ടും കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കും അത് പറ്റും. ഓക്കെ, അത് പല ക്വസ്റ്റൻസും കാണുമ്പോൾ നിങ്ങൾക്ക് പറ്റും. അതായത് ഇൻഫിനിറ്റി സീറോ, ഇൻഫിനിറ്റി ആൻഡ് സീറോ ഇസ് ദാറ്റ്സ് വണ്ടർഫുൾ സാധനങ്ങളാണ് ഇൻഫിനിറ്റി സീറോ. ബിക്കോസ് നമുക്ക് പല സാധനങ്ങളും എന്താ പറയുക, ഇങ്ങനെ MCQന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ പല സാധനങ്ങളും നമുക്ക് സോൾവ് ചെയ്യാനും എന്താ പറയുക സോർട്ട് ഔട്ട് ചെയ്യാനും പറ്റുന്ന ഒരു സാധനമാണ് ഇൻഫിനിറ്റി ആൻഡ് സീറോ. കാരണം അതിന് ഫിസിക്കൽ മീനിങ്സ് ഉണ്ടാവില്ല. അതൊക്കെ കുറച്ചും കൂടി ബ്രോഡായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫോർ ദി ടൈം ബീങ് ഇസ് ദിസ് ക്വസ്റ്റൻ ക്ലിയർ? ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഐ ആക്ച്വലി ഹാവ് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിൽ ഉണ്ട്. ബട്ട് ഫോർ കൺസിഡറിംഗ് ദി ടൈം ഫാക്ടർ ഓൾസോ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കുക. Moment of inertia of a uniform annular disk of internal radius r and external radius r, that means internal radius small r and external radius capital R, and mass m about an axis through its center and perpendicular to its plane is. Okay, another question ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻ ഒബ്വിയസ്ലി ഞാനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓപ്ഷനൊക്കെ നോക്ക്, നമുക്ക് എന്തായാലും അറിയില്ല. കാരണം നമുക്ക് റിങ്ങിന്റെ ചോദിച്ചാൽ നമുക്കറിയാം, ഒരു ഡിസ്കിന്റെ ചോദിച്ചാൽ നമുക്കറിയാം, ഒരു ഹോളോ സിലിണ്ടറോ സോളിഡ് സിലിണ്ടറോ എന്താ ചോദിച്ചാൽ നമുക്കറിയാം. ഇവർ ചോദിച്ചത് എന്തായി പോയി? ആനുലാർ ഡിസ്ക് ആയി പോയി. ആനുലാർ ഡിസ്ക് എന്ന് പറയുമ്പം അതിനൊരു സെപ്പറേറ്റ് ഇന്റേണൽ ഡയമീറ്റർ ഉണ്ട്, ഒരു എക്സ്റ്റേണൽ ഡയമീറ്റർ ഉണ്ട്. ഓക്കെ, ഒരു സെപ്പറേറ്റ് ആയിട്ട് ഇന്റേണൽ ഡയമീറ്റർ ഉണ്ടാവും, ഒരു എക്സ്റ്റേണൽ ഡയമീറ്റർ ഉണ്ടാവും. ഓക്കെ, അപ്പം സേ ദിസ് ഈസ് സ്മോൾ ആർ, ദിസ് ഈസ് ക്യാപിറ്റൽ ആർ. അപ്പൊ ഇങ്ങനത്തെ ഒരു സാധനത്തിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. ബുദ്ധിമുട്ടാണ്, ശരിയല്ലേ? നമുക്ക് കണ്ടുപിടിക്കാൻ നല്ല പണിയായിരിക്കും. പകരം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ എം ഗോയിങ് ടു കൺവേർട്ട് ദിസ് ആനുലാർ ഡിസ്ക് ഇൻ ടു എ റിംഗ്. ഞാൻ ഈ ആനുലാർ ഡിസ്കിന് എന്താക്കാൻ പോവാണ്? ഒരു റിംഗ് ആക്കാൻ പോവാണ്. കാരണം റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എനിക്ക് അറിയാം. അപ്പൊ ഈ ആനുലാർ ഡിസ്കിന് റിംഗ് ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ക്വസ്റ്റൻ എന്ത് ചെയ്യാൻ പറ്റും? വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? എനിക്ക് ഈ ക്വസ്റ്റൻ എന്ത് ചെയ്യാൻ പറ്റും? വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഈ ആനുലാർ ഡിസ്കിന് റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? അതായത് ഈ ക്വസ്റ്റൻ നോക്കുക. അതായത് ഇവിടെ ഈ സ്മോൾ സർക്കിളിന്റെ റേഡിയസ് സ്മോൾ ആർ ആണ്. ഈ വലിയ റിങ്ങിന്റെ സർക്കിളിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. സോ ഇഫ് ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു സ്മോൾ ആർ, ഇഫ് ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു സ്മോൾ ആർ, അതായത് ഒരു ബാംഗിൾ പോലെ ആവും അത്. ഇഫ് ക്യാപിറ്റൽ ആർ ആൻഡ് സ്മോൾ ആർ ആർ സെയിം, ക്യാപിറ്റൽ ആറും സ്മോൾ ആറും സെയിം ആണെങ്കിൽ എന്ത് സംഭവിക്കും? ക്യാപിറ്റൽ ആറും സ്മോൾ ആറും സെയിം ആവണമെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് റിംഗ് ആയി മാറി. ശരിയല്ലേ? ക്യാപിറ്റൽ ആറും സ്മോൾ ആറും സെയിം ആയി, അതായത് അതിന്റെ ഇന്റേണൽ ഡയമീറ്ററും എക്സ്റ്റേണൽ ഡയമീറ്ററും സെയിം ആയി കഴിഞ്ഞാൽ അത് റിംഗ് ആയി മാറി. ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ എല്ലാവർക്കും? ബിക്കോസ് ഇറ്റ്സ് എൻ ആനുലർ ഡിസ്ക് നൗ. ഇപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഡയമീറ്റർ വേറെ എക്സ്റ്റേണൽ ഡയമീറ്റർ വേറെ ഉള്ള ഒരു സംഭവമാണ്. നമ്മൾ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും സെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി? ഒരു റിംഗ് ആയി മാറി. സോ ഇഫ് ഐ ഗീവ് ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു സ്മോൾ ആർ, if I give capital R is equal to small r, then this becomes a ring. Then this becomes a ring, and the moment of inertia through its center and perpendicular to its plane of a ring is mr square. അപ്പം if I give capital R is equal to small r, I should get an answer mr square. ഞാൻ ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു സ്മോൾ ആർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വാട്ട് എവർ ബി ദി ഓപ്ഷൻസ്, ഈ 4 ഓപ്ഷനിൽ എന്തും ആയിക്കോട്ടെ, ഐ ഷുഡ് ഗെറ്റ് എൻ ആൻസർ ഓഫ് mr സ്ക്വയർ. ശരിയല്ലേ? കൊടുത്തു നോക്കാം. ഓപ്ഷൻ എ. ഓപ്ഷൻ എയിൽ ഞാൻ ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു സ്മോൾ ആർ എന്ന് കൊടുത്തു. അപ്പോൾ ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ 0 എന്നാവും. ദറ്റ് വിൽ ബി 0. That will be 0. Option B. Option B, half into mr square plus mr square. If I give capital R is equal to small r, ഇവിടെ എന്താവും? half into m into r square plus r square. Both capital R and small r equal എന്നാണ് നമ്മുടെ സ്പെഷ്യൽ കേസ്. അപ്പോൾ m into 2r square, 2 into പോയി, that is mr square. So option B can be the answer. Option B can be the answer because capital R is equal to small r എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് ഇവിടെ mr square എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ option B can be the answer. Clear? ഓപ്ഷൻ സിയിലോട്ട് വരാം. ഓപ്ഷൻ സിയിൽ ഞാൻ കൊടുക്കുക. ഓപ്ഷൻ സിയിൽ ഞാൻ ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു സ്മോൾ ആർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആർ റേസ് ടു 4 പ്ലസ് ആർ റേസ് ടു 4, ദാറ്റ് ഈസ് 2 ഇൻറ്റു ആർ റേസ് ടു 4, എം ഇൻറ്റു 2 ഇൻറ്റു ആർ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഇസ് 2r സ്ക്വയർ, 2 ഇൻറ്റു 2r സ്ക്വയർ. ശരിയല്ലേ? അപ്പോൾ ഈ 2 2 പോയി, ബാക്കി എന്താ? ഈ ആർ സ്ക്വയറും ആർ റേസ് ടു 4ഉം പോയി, ബാക്കി എന്താ ഉള്ളത്? റിമൈനിങ് ഇസ് mr സ്ക്വയർ ബൈ 2. അതാണോ എനിക്ക് കിട്ടേണ്ടത്? അതല്ല എനിക്ക് കിട്ടേണ്ടത്. എനിക്ക് കിട്ടേണ്ടത് mr സ്ക്വയർ എന്നാണ്, mr സ്ക്വയർ ബൈ 2 എന്നല്ല. സോ ഓപ്ഷൻ സി ഈസ് ഓൾസോ റോങ്. ക്ലിയർ? ഓപ്ഷൻ ഡിയിലോട്ട് വന്നു. ഓപ്ഷൻ ഡിയിൽ ഞാൻ എന്ത് ചെയ്തു? ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു സ്മോൾ ആർ എന്ന് വന്നു. ന്യൂമറേറ്റർ അവിടെ നോക്കട്ടെ. ഡിനോമിനേറ്റർ നോക്കിയേ. ഡിനോമിനേറ്റർ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഈക്വൽ ആണ്. ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഈക്വൽ ആണെങ്കിൽ ഡിനോമിനേറ്റർ ബിക്കം 0 ആൻഡ് ദിസ് എൻറ്റയർ ക്വാണ്ടിറ്റി വിൽ ബിക്കം ഇൻഫിനിറ്റി ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ഓൾസോ റോങ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ, സോ ക്ലിയർ. ഓക്കെ, സോ ആക്ച്വലി ഐ ഹാഡ് എ ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യനും കൂടി പറയാം. ഈ ക്വസ്റ്റ്യനും കൂടി പെട്ടെന്ന് പറയാം. ഓക്കെ, യു ഗൈസ് ബോറിംഗ് അല്ലല്ലോ?
ഒരു 5 മിനിറ്റും കൂടി ഇരിക്കാൻ വില്ലിംഗ് ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റനും കൂടി ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അറ്റ് ദിസ് മൊമെന്റ് വി കൻ സ്റ്റോപ്പ്. ഓക്കെ, വില്ലിംഗ് ആണ്. സോ ലെറ്റ്സ് കണ്ടിന്യൂ. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A projectile is fired vertically upwards from the surface of the earth with a velocity kv, where v is the escape velocity and k is less than 1. If r is the radius of the earth, the maximum height to which it will be measured from the center of earth will be. Maximum height to which it will rise measured from the center of the earth will be. അപ്പോൾ ഇത് ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ്? ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റനാ? ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റനാ പറ? This is a question from gravitation. Yes, this is a question from gravitation. അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ, നമ്മൾ പല ചാപ്റ്റേഴ്സ് ഇത് തന്നെ ഞാൻ അധിക കുട്ടികളും എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് എല്ലാം +1 ടോപ്പിക്സ് എടുത്തത്. ഇതിങ്ങനെ വെച്ചിട്ട് +1 ഈ ട്രിക്സും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് +1 ചാപ്റ്റേഴ്സ് മാത്രമല്ല സോൾവ് ചെയ്യാൻ പറ്റുക. നമുക്ക് +1 സോൾവ് ചെയ്യാം, നമുക്ക് +2 സോൾവ് ചെയ്യാം, അതിൻ്റെ കൂടെ നമുക്ക് കെമിസ്ട്രിയിലെ ക്വസ്റ്റൻസ് വരുന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സോൾവ് ചെയ്യാം. അപ്പോൾ ഫോർ ദ ടൈം ബീയിങ് ഇങ്ങനത്തെ ഒരു ക്ലാസ് ആയതുകൊണ്ട്, എല്ലാവരും കോമൺ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു ക്ലാസ് ആയതുകൊണ്ടാണ് എല്ലാം നമ്മൾ +1 ടോപ്പിക്സ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൽ കാര്യം പറയുന്നുണ്ട്, KV എന്നുള്ള വെലോസിറ്റിയിൽ നമ്മളൊരു സാധനം പ്രൊജക്ട് ചെയ്തു. KV എന്നുള്ള ഒരു സാധനം വെലോസിറ്റി നമ്മൾ പ്രൊജക്ട് ചെയ്തു. V എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എസ്കേപ്പ് വെലോസിറ്റി ആണ്. എസ്കേപ്പ് വെലോസിറ്റി 11.2 km/s ആണ്. ആ വെലോസിറ്റി ഒരു സാധനം എറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരില്ല. അത്രയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ശരിയല്ലേ? എസ്കേപ്പ് വെലോസിറ്റി ഉള്ള സാധനത്തിൽ നമ്മളൊരു ബോഡി എറിഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി എന്തായാലും എന്ത് ചെയ്യില്ല, തിരിച്ചു വരില്ല. ഓക്കെ, ഇറ്റ് വിൽ എസ്കേപ്പ് ദി എർത്ത് ഗ്രാവിറ്റേഷൻ. ക്ലിയർ? അപ്പോൾ അതൊക്കെ നമുക്കറിയാം. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ KVയിൽ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, K is less than 1. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റിനേക്കാളും കുറഞ്ഞൊരു വെലോസിറ്റിയാണ്. ആ വെലോസിറ്റിയിൽ നമ്മളൊരു ബോഡി എറിഞ്ഞപ്പോൾ, എസ്കേപ്പ് വെലോസിറ്റിനേക്കാളും കുറഞ്ഞൊരു വെലോസിറ്റിയിൽ നമ്മളൊരു ബോഡി എറിഞ്ഞപ്പോൾ ആ ബോഡി എവിടെ എത്തി എന്നുള്ളതാണ് ചോദ്യം. അതാണ് ചോദ്യം, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എസ്കേപ്പ് വെലോസിറ്റിന്റെ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാം? എസ്കേപ്പ് വെലോസിറ്റിന്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുക ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഗ്രാവിറ്റേഷണൽ കൈനറ്റിക് എനർജി നമ്മൾ ഇക്വേറ്റ് ചെയ്യും. -gmm/r = 12mv² ഇക്വേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്ത് വരാം. അങ്ങനെ വെറുതെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സാധാ എസ്കേപ്പ് വെലോസിറ്റി കിട്ടുള്ളൂ. പക്ഷേ ഇത് അതല്ല ചോദിച്ചിട്ടുള്ളത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റിനേക്കാളും കുറച്ചും കൂടി വെലോസിറ്റി കുറഞ്ഞൊരു കേസാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എസ്കേപ്പ് വെലോസിറ്റിനേക്കാളും കുറച്ചും കൂടി വെലോസിറ്റി കുറവുള്ള ഒരു കേസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവർ K less than 1 ആണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഐ എം ഗോയിങ് ടു അസ്യൂം ദാറ്റ് K is equal to 1. ഞാൻ അസ്യൂം ചെയ്യാണ് K is equal to 1. K is equal to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? KV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് V തന്നെയായി. ഇഫ് K is equal to 1, KV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V തന്നെയായി. V എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി ആണ്. എസ്കേപ്പ് വെലോസിറ്റിയിൽ ഒരു സാധനം എറിഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തും? എസ്കേപ്പ് വെലോസിറ്റിയിൽ ഒരു സാധനം എറിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു വരില്ല. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ എസ്കേപ്പ്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ റീച്ച് ഇൻഫിനിറ്റി. അഗെയിൻ ഇൻഫിനിറ്റി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇൻഫിനിറ്റി ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇൻഫിനിറ്റി വെച്ചിട്ട് കുറെ, അതായത് ഇൻഫിനിറ്റി എന്ന് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് അറിയോ? അതായത് ഫിസിക്കൽ വേൾഡിൽ അതിന് ഒരു മീനിങ് ഉണ്ടാവില്ല. കാരണം ഫിസിക്കൽ വേൾഡിൽ ഇൻഫിനിറ്റി ഡിഫൈൻഡ് അല്ല. പക്ഷേ ഈ പ്രോബ്ലം സോൾവിംഗിൽ അതിനൊരു മീനിങ് ഉണ്ടാവും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അത് കുറച്ചും കൂടി ബ്രോഡർ ഏരിയ ആണ്. അത് നമുക്ക് വീണ്ടും പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഫോർ ദ ടൈം ബീയിങ്, ഇഫ് ഐ ഗീവ് K is equal to 1, then the answer should be infinity. If I give K is equal to 1, then the answer should be infinity. Clear ആയോ? If I give K is equal to 1, then the answer should be infinity. Clear ആയോ? ഞാൻ കൊടുക്കാൻ പോവാണ് ഓരോന്നിലും K is equal to 1. ആ കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയോ? K is equal to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KV എന്ന് പറഞ്ഞാൽ V തന്നെയാണ്. V എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി ആണ്. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എറിഞ്ഞ സാധനം ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. That means it is going to escape to infinity. So if I give K is equal to 1, I am going to get the answer as infinity. Option A യിൽ ഞാൻ K is equal to 1 കൊടുക്കുകയാണ്. 1 - 1 square, this will become 0. Option A is wrong. 1 - 1 square, this will become 0. Option A is wrong. Option B യിൽ ഞാൻ കൊടുക്കുകയാണ് r/1 - k². ഇവിടെ k² പകരം 1 കൊടുത്തു കഴിഞ്ഞാൽ 1 - 1 0, r/0 infinity. B can be the answer. r/0 infinity, B can be the answer. ഓപ്ഷൻ സിയിലോട്ട് ഞാൻ വരികയാണ്. ഓപ്ഷൻ സിയിലോട്ട് ഞാൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ 1 - k². അഗെയിൻ 1 - k². K ന് ഞാൻ 1 കൊടുത്തു കഴിഞ്ഞാൽ 1 - k², this becomes 0. ഓപ്ഷൻ സി is also wrong. ഓപ്ഷൻ ഡിയിലോട്ട് ഞാൻ വരികയാണ്. r/1 + k², 1 + 1 square, that is 1 + 1 2. That means ഇത് r/2 എന്ന് കിട്ടും. അതാണ് എനിക്ക് കിട്ടേണ്ടത്. അല്ല, എനിക്ക് കിട്ടേണ്ടത് ഇൻഫിനിറ്റി എന്നാണ്. ഓപ്ഷൻ ഡി is also wrong. So the answer is B. അപ്പോൾ നിങ്ങൾ വീണ്ടും നോക്കുക, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഒന്നും നമ്മൾ ഒരു ഇക്വേഷൻ പോലും ഇതുവരെ എഴുതിയിട്ടില്ല. ശരിയല്ലേ? അത് ഏത് ചാപ്റ്ററിനാന്ന് പോലും നമുക്ക് അറിയണ്ട. നമ്മൾ വെറുതെ അത് ശരിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ എന്താ സംഭവിക്കുക എന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ ഇതിനെല്ലാം ആൻസർ കണ്ടെത്തുന്നത്. ആൻഡ് മാർക്ക് മൈ വേർഡ്സ്, യു ക്യാൻ സോൾവ് മെനി പ്രോബ്ലംസ് യൂസിങ് ദിസ്. ഓക്കെ, യു ക്യാൻ സോൾവ് മെനി പ്രോബ്ലംസ് യൂസിങ് ദിസ്. സോ ഇസ് ദിസ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ?
Okay. Okay. Moving on to the last question. This question we discuss ചെയ്യാം. നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിച്ചതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ആയി. അതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്തിട്ട് നിർത്താം. ഓക്കെ. എ ബ്ലോക്ക് ഓഫ് മാസ് എം ഈസ് പുൾഡ് അലോങ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു ആക്ച്വലി, പക്ഷേ അത് നമുക്ക് ഫോർ ടൈം ബീങ് ഡിസ്കസ് ചെയ്തെങ്കിൽ കുഴപ്പമില്ല. അതായത് നിങ്ങൾക്ക് കൺസെപ്റ്റ്സ് പറഞ്ഞു തരാൻ വേണ്ടി നിങ്ങൾക്ക് ബൈ ദിസ് ക്ലാസ് നിങ്ങളോട് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ച 2 ട്രിക്സും ഈ ക്ലാസ്സോടെ ഈ ക്വസ്റ്റ്യനോടെ തീരുകയാണ്. സോ ശ്രദ്ധിക്കാം. എ ബ്ലോക്ക് ഓഫ് മാസ് എം ഈസ് പുൾഡ്. ഇത് ഞാൻ പെട്ടെന്ന് പറയും, കാരണം ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എ ബ്ലോക്ക് ഓഫ് മാസ് എം ഈസ് പുൾഡ് അലോങ് എ ഹൊറിസോണ്ടൽ ഫ്രിക്ഷണൽ സർഫസ് ബൈ എ റോപ്പ് ഓഫ് മാസ് എം. ഒരു സർഫസ് ഉണ്ട്, അവിടെ ഒരു ബ്ലോക്ക് ഓഫ് മാസ് എം ഉണ്ട്, അത് ഞാൻ റോപ്പ് ഉണ്ട്, ആ റോപ്പിന്റെ മാസ് സ്മോൾ എം ആണ്, ഞാൻ അതിനെ അറ്റത്ത് പി എന്ന് പറഞ്ഞൊരു ഫോഴ്സ് വെച്ചിട്ട് വലിക്കുകയാണ്. ഓക്കെ. ദ ഫോഴ്സ് വിച്ച് ദ റോപ്പ് എക്സേർട്സ് ഓൺ ദ ബ്ലോക്ക് ഈസ്. അങ്ങനെയാണെങ്കിൽ ഈ റോപ്പ് ഈ ബ്ലോക്കിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, ദിസ് റോപ്പ് ഈ ബ്ലോക്കിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ റോപ്പ് ഈ ബ്ലോക്കിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. വാട്ട് എവർ മേ ബി, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു അസംഷൻ നടത്തും. I'm going to make an assumption that capital M is equal to small m. അതായത് ഈ ബ്ലോക്കിന്റെ മാസും ഈ റോപ്പിന്റെ മാസും അതുപോലെ തന്നെ ഈ റോപ്പിന്റെ മാസും രണ്ടും സെയിം ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. അപ്പം ഇത് രണ്ടും സെയിം ആണെങ്കിൽ ഇഫ് ദി മാസ് ഓഫ്, അത് അങ്ങനെ ആയിക്കൂടെ, ഇത് ക്യാപിറ്റൽ എം സ്മോൾ എം അത് എന്തും ആകാം. അപ്പൊ ഞാൻ തൽക്കാലം അസ്യൂം ചെയ്യുന്നത് ആ റോപ്പിന്റെ മാസും ബ്ലോക്കിന്റെ മാസും സെയിം ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. അപ്പൊ അങ്ങനെ അസ്യൂം ചെയ്യുമ്പോൾ വെറുതെ ഓപ്ഷൻസിലോട്ട് വന്ന് നോക്കുക. ഞാൻ ഓപ്ഷൻ എ നോക്കി. ഓപ്ഷൻ എയിൽ ഞാൻ ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു സ്മോൾ എം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ബിക്കംസ് ഇൻഫിനിറ്റി. ഓപ്ഷൻ ബി നോക്കുക. ഓപ്ഷൻ ബിയിൽ മൈനസ് എവിടെ ഇല്ല, അപ്പം ഇതെന്തായാലും 0 ഇൻഫിനിറ്റി ഒന്നും ആവാൻ പോകുന്നില്ല. എം ഇൻറ്റു എം പ്ലസ് എം ദാറ്റ് വിൽ ബിക്കം 2m². ശരിയല്ലേ? ഇവിടെ ഒരു എം ഉണ്ട്, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഈക്വൽ ആണെങ്കിൽ ഇവിടെ 2m വരും, ദാറ്റ് വിൽ ബിക്കം 2m². അപ്പൊ ഇത് വാട്ട് എവർ മേ ബി, ഞാൻ ഇവിടെ എഴുതുന്നില്ല, ബട്ട് അത് ഇൻഫിനിറ്റി അല്ല, 0 അല്ല. ഓപ്ഷൻ സി നോക്കുക. ഓപ്ഷൻ സിയിൽ അഗെയിൻ പി ഇൻറ്റു മാസ് ബൈ മാസ് പ്ലസ് മാസ്, അതായത് p/2 എന്ന് വരും. p/2 എന്ന് വരും ഇതിൽ ഞാൻ കൊടുക്കുമ്പോൾ. ഓപ്ഷൻ ഡി നോക്കുക. ഓപ്ഷൻ ഡിയിൽ ഞാൻ അഗെയിൻ എം ഈസ് ഈക്വൽ ടു എം എന്ന് കൊടുത്ത് ഞാൻ ഡിനോമിനേറ്റർ രണ്ടും ഈക്വൽ ആവും. ദിസ് വിൽ ഓൾസോ ബിക്കം ഇൻഫിനിറ്റി. ഇനി ഇതിന്റെ ഒന്ന് അർത്ഥം ആലോചിച്ച് നോക്കിയേ. അതായത് ഞാൻ 5 കിലോ, സപ്പോസ് ക്യാപിറ്റൽ എം ആൻഡ് സ്മോൾ എം നമ്മൾ ഈക്വൽ എന്ന് കൊടുത്തത് 5 കിലോ എന്ന് വിചാരിക്കാം. ആ 5 കിലോ ഉള്ള ഒരു ബ്ലോക്ക് ഞാൻ 5 കിലോ തന്നെയുള്ള ഒരു കയറ് പിടിച്ച് വലിക്കുകയാണ്. 5 കിലോ ഉള്ള ഒരു ബ്ലോക്കിനെ ഞാൻ 5 കിലോ തന്നെയുള്ള ഒരു കയറ് എടുത്തിട്ട് വലിക്കുകയാണ്. അങ്ങനെ വലിക്കുമ്പോൾ ആ കയറ് ആ ബ്ലോക്കിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഇൻഫിനിറ്റി ആയിരിക്കുമോ? ഒരിക്കലും ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റ് സാധനങ്ങൾ ഉണ്ടാക്കാനൊന്നും പണിയില്ലല്ലോ. ഒരു ഈക്വൽ മാസമുള്ള 2 സാധനം എടുത്ത് വലിച്ചാൽ പോരാ. അപ്പം അതെന്തായാലും എന്തായിരിക്കൂല, ഇൻഫിനിറ്റി ആയിരിക്കൂല. സോ എന്തെങ്കിലും ഫോഴ്സ് കൊടുത്ത് വലിച്ചോട്ടെ, ആൻസർ ഷുഡ് ബി നെവർ ഇൻഫിനിറ്റി. സോ ഓപ്ഷൻ എ ഈസ് ഓൾസോ റോങ്, ഓപ്ഷൻ ഡി ഈസ് ഓൾസോ റോങ്, ഓപ്ഷൻ എ ഈസ് ഓൾസോ റോങ്, ഓപ്ഷൻ ഡി ഈസ് ഓൾസോ റോങ്. അതായത് ഞാൻ ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു സ്മോൾ എം എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ എനിക്ക് ഓപ്ഷൻ എയിലും ഓപ്ഷൻ ഡിയിലും എനിക്ക് തരുന്ന ആൻസർ ദാറ്റ് ഇസ് ഇൻഫിനിറ്റി എന്നാണ്. അപ്പോൾ അതൊരിക്കലും ആയിരിക്കില്ല. സോ ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് റോങ്. ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും നോക്കിയാൽ, ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഇത് സിമ്പിളാണ്. ഇതിലൂടെ വേറെ ഒന്നും ചെയ്യണ്ട. ഓപ്ഷൻ സിയിൽ നമ്മൾ പി എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ്. ഫോഴ്സിനെ നമ്മൾ മാസ് ഇൻറ്റു മാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഫോഴ്സിനെ മാസ് ഇൻറ്റു മാസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് എവർ ബി ദ ഡയമെൻഷൻ ഇറ്റ് വിൽ നെവർ ബി ദി ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്. എന്തെങ്കിലും ആയിക്കോട്ടെ ഡയമെൻഷൻ, അതിന്റെ ഡയമെൻഷൻ എന്തായിരിക്കില്ല, ഫോഴ്സിൻ്റെതായിരിക്കില്ല. കാരണം നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എന്തിനാ, ഫോഴ്സിനെ പിടിച്ചിട്ട് നമ്മൾ മാസിന്റെ സ്ക്വയർ കണ്ട എം ഇൻറ്റു എം പ്ലസ് എം, അപ്പൊ മാസിന്റെ സ്ക്വയർ ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിക്ക് എന്തെങ്കിലും കാരണവശാലും ഫോഴ്സിന്റെ ഡയമെൻഷൻ ആയിരിക്കൂല. അപ്പം ഈ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫോഴ്സ് ആണ്. ഓപ്ഷൻ ബിയുടെ ഡയമെൻഷൻ ഫോഴ്സിൻ്റെതേ അല്ല. അപ്പോൾ ഓപ്ഷൻ എ റോങ് ആണ്, ഓപ്ഷൻ ബി റോങ് ആണ്, ഓപ്ഷൻ ഡി റോങ് ആണ്. വാട്ട് ഇസ് റിമൈനിങ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സിന്റെ ഡയമെൻഷൻ വേണേൽ വെറുതെ നോക്കി നോക്ക്. ഫോഴ്സ് ഇൻറ്റു മാസ് ബൈ മാസ് പ്ലസ് മാസ്. ഈ മാസും കട്ടായി പോകും. ബോത്ത് ഹാവ് സെയിം ഡയമെൻഷൻ. ഇവിടെ മാസ് പ്ലസ് മാസ് ആണ്, മാസ് ഗോസ് ഓഫ്, റിമൈനിങ് ഫോഴ്സിന്റെ ഡയമെൻഷൻ തന്നെയാണ് ബാക്കിയുള്ളത്. ഓപ്ഷൻ ഇസ് സി. ക്ലിയർ ആണോ ഗൈസ്? അപ്പം ഇതാണ് നമ്മൾ എന്താ പറയാ ഒരു ബേസിക് നമ്മുടെ സ്റ്റെപ്പ്, നമ്മുടെ ഒരു സ്റ്റെപ്പ് ടു ട്രിക്സ്, ഒരു ട്രിക്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ എക്സാമിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാന്നുള്ളത് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആണിത്. ഇങ്ങനത്തെ ഒരുപാട് ട്രിക്സ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ തൽക്കാലം ഫസ്റ്റ് ഇയറിലെ മെക്കാനിക്സ് ഭാഗം മെയിൻ ആയിട്ട് വരുന്നത്, അത് നമ്മൾ സോളിഡ്സ് വരെ പോയി, അതുവരെ ഭാഗം അതാണ്, അത്രയും ഭാഗം എല്ലാവർക്കും അറിയുന്നുണ്ടാവുന്ന വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ 2 മെയിൻ ട്രിക്സ് ആണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പം ഇനി ഇത് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ട്രിക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളത്
ആക്ച്വലി ഇത്ര ചെറിയ സമയം കൊണ്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. ഡയമെൻഷൻ്റെ കാര്യമാണെങ്കിൽ കുറച്ചും കൂടി സിമ്പിളാണ്. ഡയമെൻഷൻ ആണെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവേഴ്സ് വേരി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വേരി ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റൻ ഡയമെൻഷൻ വെച്ചിട്ടാണ് ചെയ്യാമെന്ന് മനസ്സിലാവും. അപ്പോൾ അതിനെ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ക്വസ്റ്റൻ അതിൽ മനസ്സിലാവും. ഇനി ഇങ്ങനത്തെ ട്രിക്സ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ എന്നുള്ളതും അത് നിങ്ങൾക്ക് വിത്ത് പ്രാക്ടീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതായത് നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനത്തെ ഒരു വഴിയും കൂടി ഉണ്ടെന്ന് മനസ്സിലായില്ലേ. എല്ലാ ക്വസ്റ്റനും ചെയ്യാൻ നമ്മൾ കൺവെൻഷനലി ഇക്വേഷനും കാര്യങ്ങളും എഴുതുന്നതിന് പകരം, നമ്മൾ സാധാ ഇക്വേഷനും കാര്യങ്ങളും എഴുതി പോകുന്നതിന് പകരം ഇങ്ങനെ മറ്റൊരു വഴിയും കൂടി ഉണ്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പം ഇങ്ങനെ ഒരു കാര്യം നിങ്ങളെ മൈൻഡിൽ വെക്കുക. ഇനി ഒരു ക്വസ്റ്റൻ കാണുമ്പോൾ നിങ്ങൾ ഈ രീതിയിലും കൂടി ആലോചിച്ച് നോക്കുക. ആൻഡ് വിത്ത് ടൈം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പുതിയൊരു കാര്യം ആലോചിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ പുതിയ ന്യൂറോൺസ് തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാവും. സിനാപ്സ് എന്നൊക്കെ പഠിച്ചില്ലേ നിങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാപ്സ് ഫോം ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ടൈം വി ആർ ഡൂയിങ് ദ സെയിം തിങ് ഈ പുതിയ ഉണ്ടായ സിനാപ്സിലൂടെയാണ് ഇമ്പൾസ് ഫയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ബ്രെയിൻ അതിനെ പെട്ടെന്ന് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരും. അതായത് ഈ ക്വസ്റ്റൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനത്തെ ട്രിക്സ് ഉണ്ടെന്ന്. ആൻഡ് അതല്ലാണ്ട് തന്നെ, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു ക്വസ്റ്റൻ കാണുമ്പോൾ ഇത് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിതൗട്ട് പ്രാക്ടീസ് നമുക്ക് മനസ്സിലാവും. അതായത് കുറച്ച് പാറ്റേൺസ് ഓഫ് ക്വസ്റ്റൻസ് ഉണ്ട്. ചില പാറ്റേൺസ് ഓഫ് ക്വസ്റ്റൻസ് ആണ് നമുക്ക് ഇങ്ങനെ ട്രിക്സ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ സച്ച് പാറ്റേൺസ് നമുക്ക് മോർ ആൻഡ് മോർ എക്സാമ്പിൾസ് ഇൻ സബ്സിക്വന്റ് ക്ലാസ് കാണിക്കാം. വിത്ത് ദാറ്റ് വി ക്യാൻ സോൾവ് ദാറ്റ്. ഓക്കെ, സോ ഇത് ഏത് മൂവിയിലെ സീനാന്ന് പറയാൻ പറ്റുമോ? ഇത് ഏത് മൂവിയിലെ സീനാ? ആർക്കാ പറയാൻ പറ്റുക? ഇന്റർസ്റ്റെല്ലാർ. യെസ്, ഐഷാസറ പറഞ്ഞ പോലെ, റിയൽമി നാസോ പറയുന്ന പോലെ, ഇറ്റ്സ് എ സീൻ ഫ്രം ഇന്റർസ്റ്റെല്ലാർ. സോ ഇന്റർസ്റ്റെല്ലാർ ഇറ്റ്സ് മൈ പേഴ്സണൽ ഫേവറേറ്റ് മൂവി. ഞാനത് എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ബിക്കോസ് അതിൽ പറഞ്ഞിട്ടുള്ള സയന്റിഫിക് ഫാക്ട്സ് ഇറ്റ്സ് ആക്ച്വലി വണ്ടർഫുൾ. അതിൽ ഒരുപാട് ക്രിസ്റ്റഫർ നോളൻ ഒരുപാട് കാര്യങ്ങൾ സയന്റിഫിക്, ഫോർ എക്സാമ്പിൾ വേം ഹോളിനെ കുറിച്ച് പറയുന്നുണ്ട്. വേം ഹോൾ എന്താന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. വേം ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് ഹൈപ്പോത്തറ്റിക്കൽ കൺസെപ്റ്റ്. ഒരു 3D സ്പേസിൽ നമുക്ക് ഒരു പോയിന്റിൽ എൻ്റർ ചെയ്തിട്ട് മറ്റൊരു പോയിന്റിലൂടെ എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഇറ്റ്സ് എ കർവേച്ചർ ഓഫ് സ്പേസ് ടൈം. നമുക്ക് സ്പേസിനെ ട്രാൻസ്ഫേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റിനാണ് നമ്മൾ വേം ഹോൾ എന്ന് വിളിക്കുക. അപ്പം വേം ഹോൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. തിയറി ഓഫ് എവറിത്തിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പർട്ടിക്കുലർ സീൻ, ദ ഓൺലി വേ ഹ്യൂമൻസ് ഹാവ് ഫിഗർഡ് ഔട്ട് ഓഫ് ഗെറ്റിംഗ് സംവെയർ ഇസ് ബൈ ലീവിങ് സംതിങ് ബിഹൈൻഡ്, ഓർ ഇസ് ടു ലീവിങ് സംതിങ് ബിഹൈൻഡ്. അതായത് ഇത് ന്യൂട്ടൺസ് തേർഡ് ലോ ആണ് ഇത് എന്നാണ് ക്രിസ്റ്റഫർ നോളൻ പറയുന്നത്. ദ ഓൺലി വേ ഹ്യൂമൻസ് ഹാവ് ഫിഗർഡ് ഔട്ട് ഓഫ് ഗെറ്റിംഗ് സംവെയർ ഇസ് ടു ലീവ് സംതിങ് ബിഹൈൻഡ്. നമ്മൾ പഠിച്ച ന്യൂട്ടൺസ് തേർഡ് ലോ എന്താ? ടു എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ പഠിച്ച തേർഡ് ലോ ആണ് ടു എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിസ്റ്റഫർ നോളൻ കാണിച്ചിട്ടുള്ള ഒരു സീനാണിത്. അതായത് ക്രിസ്റ്റഫർ നോളൻ പറയുന്നത് മനുഷ്യന്മാരെ എവിടെയെങ്കിലും എത്തണമെങ്കിൽ എന്തെങ്കിലും ബാക്കിൽ ഡ്രോപ്പ് ചെയ്യണം. ഇതും പറഞ്ഞിട്ടാണ് കൂപ്പർ ബ്ലാക്ക് ഹോളിലോട്ട് ചാടുന്നത്. ഇതും പറഞ്ഞിട്ടാണ്. അപ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു മൂവി കാണുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് സയന്റിഫിക് ഫിക്ഷൻ ഇതുപോലത്തെ ഒരുപാട് മൂവീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ടെനറ്റ് നിങ്ങൾ കണ്ടുണ്ടാവും, ഇപ്പോൾ അടുത്തിറങ്ങിയ. അതിലെന്താ റിവേഴ്സൽ ഓഫ് എൻട്രോപ്പി നടക്കും. എൻട്രോപ്പി എന്താ നിങ്ങൾക്ക് അറിയാം? റാൻഡംനെസ്. അപ്പൊ എൻട്രോപ്പി റിവേഴ്സ് ആകുമ്പോൾ എന്താ ചെയ്യും? ടൈം ബാക്കിലോട്ട് റൺ ചെയ്യും. അപ്പൊ അതൊക്കെ ശരിക്കും ആക്ച്വലി ഇറ്റ്സ് വെരി വെൽ സയന്റിഫിക്കലി ബിൽഡ്. അതിന്റെ നമ്മുടെ ഈ ലെവലിൽ മനസ്സിലാവാൻ പറ്റുന്ന സയന്റിഫിക് കാര്യങ്ങൾ മാത്രമാണ് അതിൽ നടക്കുന്നത്. അത് നിങ്ങളൊരു മൂവി കാണുമ്പോൾ വരെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ച കാര്യങ്ങളും എല്ലാം റിലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അത് ജീവിതത്തിലാണെങ്കിലും ഉണ്ടാവും, എക്സാം സോൾവിംഗ്, എൻട്രൻസ് സോൾവിംഗിലാണെങ്കിലും ഉണ്ടാവും. ക്ലിയർ? ഓക്കെ. ആൻഡ് ദിസ് വൺ, ഇത് നിങ്ങൾ അതായത് അൺസോൾവ്ഡ് പ്രോബ്ലംസ് ഓഫ് ഫിസിക്സ് ആണിത്. ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ലോകത്ത് ഇപ്പോൾ എവിടെയൊക്കെ എത്തുന്നുണ്ട്, ഇപ്പോഴത്തെ ഫിസിക്സ് എവിടം വരെ എത്തി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് അൺസോൾവ്ഡ് പ്രോബ്ലംസ് ഓഫ് ഫിസിക്സ് ആണ്. ഒന്ന് സിംഗുലാരിറ്റി ഓഫ് എ ബ്ലാക്ക് ഹോൾ. ജസ്റ്റ് പറയാം, സിംഗുലാരിറ്റി ഓഫ് ബ്ലാക്ക് ഹോൾ നിങ്ങൾക്ക് എന്തായാലും അറിയാം. അതായത് ബിഗ് ബാങ്ങും ബ്ലാക്ക് ഹോളൊക്കെ എന്താണ് പ്രശ്നം? അത് സിംഗുലാരിറ്റീസ് ആണ്. സിംഗുലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ഡെൻസിറ്റിയാണ്. ഭയങ്കര ഡെൻസിറ്റി വിത്ത് ഭയങ്കര ഗ്രാവിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ബ്ലാക്ക് ഹോളിന്റെ അകത്ത് എന്താ നടക്കുന്നത് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പം അത് അൺസോൾവ്ഡ് പ്രോബ്ലം ഓഫ് ഫിസിക്സ് ആണ്. ഇനി ബ്ലാക്ക് ഹോളിന്റെ അകത്ത് എന്താ നടക്കുന്നത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് തിയറി ഓഫ് എവറിത്തിങ്. തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാം, എന്താ ചിലപ്പം പെട്ടെന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എന്നാൽ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം. അതായത് ഇപ്പം നമ്മുടെ ഫിസിക്സ് എത്തി നിൽക്കുന്ന 2 ഏരിയയാണ്. ഒന്ന് ക്വാണ്ടം മെക്കാനിക്സ്, നിങ്ങൾ മോഡേൺ ഫിസിക്സിൽ പഠിക്കുന്നുണ്ട് ക്വാണ്ടം മെക്കാനിക്സ്. 2 തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഇത് നിങ്ങൾക്ക് അറിയാം, ഐൻസ്റ്റൈൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അപ്പം ഈ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഡീൽസ് വിത്ത് മാക്രോസ്കോപ്പിക് ഒബ്ജക്ട്സ്. അതായത് പ്ലാനറ്റ്സിന്റെ മൂവ്മെന്റ്, സ്റ്റാർസിന്റെ മൂവ്മെന്റ്, അതിനൊക്കെയാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി ഡീൽ ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് ഡീൽസ് വിത്ത് മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സ്.
ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിനേക്കാളും ചെറിയ സാധനം, ആറ്റത്തിനേക്കാളും ചെറിയ സാധനത്തിൽ എന്താ ചേഞ്ചസ് നടക്കുന്നതാണ് ക്വാണ്ടം മെക്കാനിക്സ് ഡീൽ ചെയ്യുന്നത്. സോ ഇത് രണ്ടും ഒരുമിച്ച് ഒബേ ചെയ്യുന്ന സ്ഥലം, അതായത് എ ഒബ്ജക്ട് ഓർ എ പാർട്ടിക്കിൾ സൈമൾട്ടേനിയസ്ലി ഒബേയിങ് ബോത്ത് ക്വാണ്ടം മെക്കാനിക്സ് ആൻഡ് തിയറി ഓഫ് റിലേറ്റിവിറ്റി. അങ്ങനെ നടക്കുന്ന ഒരേ ഒരു സ്ഥലം ഇറ്റ് ഇസ് ബ്ലാക്ക് ഹോൾ. അങ്ങനെ നടക്കുന്ന ഒരേ ഒരു സ്ഥലം ബ്ലാക്ക് ഹോൾ ആണ്. അപ്പൊ ഇത് രണ്ടിനും നമ്മുടെ സയന്റിഫിക് വേൾഡിന് ഇതുവരെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് ഗ്രാവിറ്റിയെയും തിയറി ഓഫ് റിലേറ്റിവിറ്റി പറഞ്ഞാൽ ബേസിക്കലി ഗ്രാവിറ്റി തന്നെയാണ്. അപ്പൊ തിയറി ഓഫ് ഗ്രാവിറ്റിയെയും ക്വാണ്ടം മെക്കാനിക്സിനെയും നമ്മുടെ സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് ഇതുവരെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലമാണ് ഇവിടെ ബ്ലാക്ക് ഹോളിനകത്ത്, അല്ലെങ്കിൽ ബിഗ് ബാങ്. ബിഗ് ബാങ് നമുക്ക് എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് കഴിഞ്ഞു പോയി. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിൾ എന്താ ഉള്ളത്? ബ്ലാക്ക് ഹോൾ. അപ്പൊ ഈ തിയറി ഓഫ് എവറിത്തിങ് ആണ് ആക്ച്വലി ഇന്റർസ്റ്റെല്ലാറിന്റെ അവസാനം ക്രിസ്റ്റഫർ നോളൻ അവർ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിനെയും തിയറി ഓഫ് റിലേറ്റിവിറ്റിനെയും കണക്ട് ചെയ്യുന്ന സാധനമാണ് തിയറി ഓഫ് എവറിത്തിങ്. തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറഞ്ഞിട്ട് ഒരു പടമൊക്കെ ഉണ്ട് സ്റ്റീഫൻ ഹോക്കിൻസിന്റെ, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയൊക്കെ ഉണ്ട് സ്റ്റീഫൻ ഹോക്കിൻസിന്റെ. ഓക്കെ, പിന്നെ ആരോ ഓഫ് ടൈം ഉണ്ട്, ബാരിയോണിക് അസിമെട്രി. ആരോ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെനറ്റിൽ കാണിച്ചിട്ടുള്ളത് ആരോ ഓഫ് ടൈം ആണ്. അതായത് എൻട്രോപ്പി കൂടുന്ന ഒരു കണ്ടീഷനാണ്. എവറി സിസ്റ്റം ടെൻസ് ടു ഇൻക്രീസ് ഇറ്റ്സ് എൻട്രോപ്പി. ശരിയല്ലേ? തെർമോഡൈനാമിക്സ് പ്രകാരം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏതൊരു സിസ്റ്റം ആണെങ്കിലും അതിന്റെ എൻട്രോപ്പി കൂട്ടാൻ ശ്രമിക്കും. അപ്പോൾ ടൈമിനെ സംബന്ധിച്ചിടത്തോളം ടൈം മുന്നോട്ട് പോകുമ്പോഴാണ് അതിന്റെ എൻട്രോപ്പി കൂടുന്നത്. അതുകൊണ്ടാണ് ടൈം ഒരിക്കലും ബാക്കോട്ട് പോകാത്തത്. ആ പടത്തിൽ എന്ത് ചെയ്തവര് ടൈമിനെ ബാക്കിലോട്ട് തിരിച്ചു. പിന്നെ ബാരിയോണിക് അസിമെട്രി ഉണ്ട്. ബാരിയോണിക് അസിമെട്രി എന്ന് പറഞ്ഞാൽ മാറ്റർ ആന്റി മാറ്റർ കൊളീഷൻ ഒക്കെയാണ്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നതും എൻട്രൻസിന് വേണ്ടി പഠിക്കുന്ന മാത്രം ഒരു സംഭവമല്ല ഫിസിക്സ്. ഫിസിക്സ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ സബ്ജക്ട്. അപ്പം ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഫിസിക്സിനെ അപ്രോച്ച് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ സെഷനെ കൊണ്ട് ഉദ്ദേശിച്ചത്. സോ ഫോർ ദ ടൈം ബീങ് 9:15 അപ്പോൾ ഫോർ ദ ടൈം ബീങ് വി ആർ വൈൻഡിങ് ഇറ്റ് അപ്പ് ബൈ ഇറ്റ്സ്. അപ്പോൾ നമ്മുടെ ബുക്ക് മാർക്സ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. അപ്പോൾ ബുക്ക് മാർക്സ് എന്ന് പറഞ്ഞ ഇനീഷ്യേറ്റീവിൽ വി വിൽ ബി അറേഞ്ചിങ് മോർ സിമിലർ ക്ലാസ്സസ്. അപ്പോൾ ഇതുപോലത്തെ ക്ലാസ്സസ് ഇനിയും ഉണ്ടാകും. അപ്പോൾ ബുക്ക് മാർക്സ് എജു എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര്. ഓക്കെ, ബുക്ക് മാർക്സ് എജു എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഫാക്ട്സ്, അതായത് ന്യൂ അപ്ഡേറ്റ്സ് ഇൻ ഫിസിക്സ്, പുതിയ, അതായത് ഇപ്പം നിങ്ങൾ ഈ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫിഗറൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ പുതിയ അപ്ഡേറ്റ്സ് ഇൻ ഫിസിക്സും നിങ്ങൾക്ക് സ്റ്റഡി പർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ബുക്ക് മാർക്സ് എജു എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്. ഓൾസോ നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇൻവോൾവ് അല്ലേ? അപ്പോൾ ആ വാട്സാപ്പ് ഗ്രൂപ്പ് ഇനിയും ആക്റ്റീവായിട്ട് സൂക്ഷിക്കുക. നമ്മൾ എന്താ പറയാ, ഇനിയും ഒരുപാട് ക്ലാസ്സസും കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങളെ വീണ്ടും അതിൽ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ആ വാട്സാപ്പ് ഗ്രൂപ്പ് ആക്റ്റീവ് ആക്കി വെക്കുക. നിങ്ങൾ ഈ ബുക്ക് മാർക്സ് എജു എന്നുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം. ഓക്കെ, ഫർദർ ഞാൻ ബിഗ് താങ്ക്സ് ടു ഡോപ്പ ഫോർ അറേഞ്ചിങ് എ സെഷൻ ആൻഡ് നമ്മുടെ ഇങ്ങനത്തെ ഈ പാർട്ട്ണർഷിപ്പിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റിയ നമ്മുടെ ട്രെയിനിങ് പാർട്ട്നേഴ്സാണ് ഡോപ്പ. അപ്പോൾ ഡോപ്പയിൽ ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം അറേഞ്ച് ചെയ്ത് തന്നതിന്. ഫർദർ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരാൻ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക് ഉണ്ട്, ലിങ്ക് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. യു ക്യാൻ കോൺടാക്ട് നമ്മുടെ പോസ്റ്ററിൽ നമ്പർ ഉണ്ടാവും, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഫർദർ യു വിൽ ബി ഗെറ്റിംഗ് ദി നമ്പർ. ഓക്കെ, അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ആഡിങ് യു. ഓക്കെ, സോ നമ്മൾ ഡോപ്പയോട് ഒരുപാട് താങ്ക്സ് പറയാണ്. ഡോപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ, ഇപ്പോൾ ആഷിക പറഞ്ഞ പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് എല്ലാവരും കൂടി തുടങ്ങിയ പുതിയൊരു സംരംഭമാണ്. അപ്പോൾ ഈ ഡോപ്പയിൽ നമ്മളിപ്പോൾ ഒരുപാട് ക്ലാസ്സസും നമ്മുടെ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് അധികം ഡോക്ടേഴ്സ് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഞാനതിൽ ഫിസിക്സ് ഫാക്കൽറ്റിയാണ്, ആഷിക അതിൻ്റെ ബയോളജി ഫാക്കൽറ്റിയാണ്. വി ഹാവ് പ്ലന്റി ഓഫ് ഡോക്ടേഴ്സ് ഹിയർ. അപ്പം നമ്മുടെ ഒരുപാട് നല്ല ഡോക്ടേഴ്സ് നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. സോ നമ്മൾ ഇവിടെ ഇപ്പോൾ ക്യാപ്സ്യൂൾ ക്രാഷ് കോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ക്യാപ്സ്യൂൾ ക്രാഷ് കോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ സ്ട്രീംസ്, അങ്ങനത്തെ ഒരുപാട് സ്ട്രീംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്യാപ്സ്യൂൾ ക്രാഷ്, അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് പങ്കെടുത്തത് സ്ഥിതിക്ക്, ഇന്നത്തെ ക്ലാസ്സിലെ ഈ വെബിനാർ അറ്റൻഡ് ചെയ്തെന്നുള്ള സ്ഥിതിക്ക് യു വിൽ ബി ഗെറ്റിംഗ് എ കൺസെഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാപ്സ്യൂൾ ക്രാഷിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു ഗെറ്റ് എ കൺസെഷൻ. അപ്പം നിങ്ങൾ വേണമെങ്കിൽ നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മളൊരു ഗൂഗിൾ ഫോം ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ഗൂഗിൾ ഫോം ഷെയർ ചെയ്യും. ദാറ്റ് വിൽ ബി അബൌട്ട് ദി റിവ്യൂ ഓഫ് ദി ക്ലാസ്. അത് ഞങ്ങൾ ആസ് എ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ അറിയോ? ഞങ്ങൾക്ക് ആസ് എ ടീച്ചേഴ്സ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം യുവർ കമന്റ്സ് ആണ്. നിങ്ങൾക്ക്, അതായത് നമ്മൾ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് മനസ്സിലായിട്ടുണ്ടോ, ആ കാര്യം നമ്മൾ അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ യു ഗൈസ് ഗീവ് us ദി റിവ്യൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും നമുക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് നമ്മൾ തരും. അപ്പോൾ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് നമുക്ക് റിവ്യൂ തരാം. ഓക്കെ, സോ അത് കൂടാണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഡോപ്സയുടെ ക്യാപ്സ്യൂൾ ക്രാഷിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ പറയാം, നമ്മുടെ ഗ്രൂപ്പിൽ നമ്മളെ ഇൻഫോം ചെയ്യാം, ഓർ യു ക്യാൻ കോൺടാക്ട് us. ഓക്കെ, സോ ഡെഫിനറ്റ്ലി യു ഗൈസ് നീഡ് ടു
fill this Google form. Okay, കാരണം ഞങ്ങൾക്ക് അത് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങൾ ഇവിടെ വന്ന് ഞാനിവിടെ ക്യാമറേൻ്റെ മുമ്പ് നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, മനസ്സിലായോ ഇല്ല, കുറച്ച് പേര് റിപ്ലൈ ചെയ്യുന്നുണ്ട്, റിപ്ലൈ തരാത്ത ആൾക്കാരുണ്ടാവും, ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് ഞങ്ങൾ മറുപടി തരിക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യം ഞങ്ങളൊരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് എന്തായാലും ഷെയർ ചെയ്യാം. ഓക്കെ, സോ ഐ തിങ്ക് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ 24 hours ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഡോപ്പയുടെ ക്രാഷിന്റെ കാര്യം നിങ്ങൾക്ക് നമ്മളെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്തു എന്നുള്ള ഒരു കൺസിഡറേഷനും കൂടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് അതിന്റെ സ്പെഷ്യൽ കൺസിഡറേഷൻ എന്തായാലും കിട്ടും. ഓക്കെ, സോ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ്. നമുക്ക് ഇതുവരെ സെഷൻ യൂസ്ഫുൾ ആയിരുന്നു ഗൈസ്? നിങ്ങൾക്ക് ഹലോ സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ്. ലൈക്ക് ഡോക്ടർ ആഷിഖാണ്. സോ തബ്ഷീർ സാർ ഒരുപാട് അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ക്ലാസ്. ഞാൻ ഇതുവരെയുള്ള ക്ലാസ്സുകൾ അടിപൊളിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ ഒരുപാട് പേര് ക്രാഷിന്റെ മെത്തേഡും അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഡോപ്പ ഒരു ക്രാഷ് കോഴ്സ് മാത്രം കൊടുക്കുന്ന ഒരു സ്ഥാപനമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് +1 +2 മുതൽ ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളടക്കം ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നുണ്ട്. സോ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന കുട്ടികളടക്കമുള്ള ആളുകൾക്ക് അവർക്ക് അതിന്റെ കാര്യങ്ങൾ മുഴുവനായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡോപ്പ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവിടെ ലൈക്ക് 10th കഴിഞ്ഞിട്ട് +1 ജോയിൻ ചെയ്യുന്ന +1 ഇന്റഗ്രേറ്റഡ് ബാച്ചിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ +2 ഇന്റഗ്രേറ്റഡ് ബാച്ചിന്റെ ക്ലാസ്സുകളുണ്ട്. +2 കഴിഞ്ഞവർക്ക് ക്രാഷ് കോഴ്സുകൾ അവൈലബിൾ ആണ്. ആൻഡ് ദിസ് ഈ എല്ലാ കോഴ്സുകളും നമ്മൾ ആക്ച്വലി ഇത് മണി ഓറിയന്റഡ്, ബിസിനസ് ഓറിയന്റഡ് സാധനമൊന്നുമല്ല. നമ്മളത് നിങ്ങൾക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള കോച്ചിങ് നമ്മളുടെ കയ്യിൽ തന്നെ ഡയറക്ട്ലി കിട്ടാന്നുള്ള രീതിയിലാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഇന്ന് തന്നെ നിങ്ങൾ നമ്മുടെ ലൈക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്റെ നമ്പർ ഡോക്ടർ ആഷിഖിന്റെ നമ്പർ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റ് നമ്പറുകളും സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അതിനകത്ത് തന്നെ കോൺടാക്ട് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്. ആൻഡ് എനി ഡൗട്ട്സ്, എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക് മീ നൗ. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാനും തബ്ഷീർ ഡോക്ടറും ഈക്വലി അവൈലബിൾ ആണ്. സോ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും കേട്ടോ. സോ any doubts, any questions or anything? Okay, thank you so much. And like ഒരു പ്രാവശ്യം കൂടി ഞാൻ എന്റെ നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ആ ചാറ്റ് ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടവർക്ക് നമ്പർ സെലക്ട് ചെയ്തെടുക്കാം. സോ ഈ നമ്പർ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഇപ്പോഴോ ഇൻ ഫ്യൂച്ചറിലോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ബുക്ക്മാർക്സിന്റെ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക. അവർ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. ഒരു ആക്സസ് ആണ് നിങ്ങളോടുള്ള. ഓക്കെ, സോ ക്ലാസ്സിന്റെ റിവ്യൂസ് പറയാം. ഫീഡ്ബാക്ക് ഫോമിന്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. കൈൻഡ്ലി നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് ചെയ്യാം. എന്തായാലും മറക്കാണ്ട് നമ്മുടെ ഫീഡ്ബാക്ക് തരാം. സോ ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ. ആർക്കും സംശയങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് ദി സെഷൻ. ആർക്കും സംശയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് ദി സെഷൻ ബൈ ദിസ്. ഫിസിക്സ് കെമിസ്ട്രി MCQ കൂടുതൽ ചെയ്താൽ പോരെ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ? 1 സെക്കൻഡ്. ഫിസിക്സ് കെമിസ്ട്രി MCQ കൂടുതൽ ചെയ്താൽ പോരെ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ? അപ്പോൾ ബയോളജി MCQ ചെയ്യണം. പക്ഷെ ബയോളജി MCQന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജി നിങ്ങൾക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ട MCQs കുറവായിരിക്കും. ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കേണ്ട ഇതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് എക്സാമിനാണ് അങ്ങനത്തെ ഒരു MCQ കാണുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്സിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് ചെയ്തിട്ട് അവിടെ എത്താം, അത് ശരിയാണ്. പക്ഷെ നിങ്ങൾ മുമ്പ് ഒരിക്കൽ കണ്ടൊരു ക്വസ്റ്റൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു സേവ് ദി ടൈം. ഓക്കെ,
നിങ്ങൾ മുമ്പ് ഒരിക്കൽ കണ്ട ക്വസ്റ്റൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു സേവ് ദി ടൈം. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും എസ്പെഷ്യലി ഒരുപാട് ക്വസ്റ്റൻസ് ചെയ്യണം, ബയോളജിയും ചെയ്യണം. ബയോളജി ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞില്ല, ഒരിക്കൽ മുമ്പ് കണ്ട ക്വസ്റ്റൻസ് നമ്മൾ ബ്രെയിൻ കണക്ട് ചെയ്യുന്നതും ഫസ്റ്റ് ആയിട്ട് കാണുന്ന ക്വസ്റ്റൻ നമ്മൾ ബ്രെയിൻ കണക്ട് ചെയ്യുന്നതും ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. മുമ്പ് കണ്ട ഒരു ക്വസ്റ്റൻ ബ്രെയിൻ വിൽ ബി ടേക്കിംഗ് ഇറ്റ് മോർ ഫാസ്റ്റ്. ഓക്കെ, സോ ഈ പ്രോബ്ലം സോൾവിംഗ്, ഇൻ ദി ആസ്പെക്ട് ഓഫ് പ്രോബ്ലം സോൾവിംഗ് യു ഷുഡ് ബി ഡൂയിങ് മോർ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ക്വസ്റ്റൻസ്. ക്ലിയർ? വേറെ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ്. നമ്മൾ 2.5 hours ആയി. നമ്മൾ വി ആർ പാസ്റ്റ് 2.5 hours. കുറച്ച് ഇടയ്ക്ക് ചെറിയൊരു ടെക്നിക്കൽ എറർ എല്ലാം ഉണ്ടായി, അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു ഡിലേ വന്നത്. ഓക്കെ, സോ ഇല്ല കുഴപ്പമില്ല. സോ ഡെയിലി എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. ഓക്കെ, അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ, ഞാനൊരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നത് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ റേ ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ എടുക്കുകയാണ്. ഞാൻ റേ ഓപ്റ്റിക്സിലെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ എത്ര വരെ ചെയ്യുന്ന അറിയോ? ടിൽ ഐ ബിക്കം, അതായത് എനിക്ക് കോൺഫിഡന്റ് ആണ് അതിൽ ഞാൻ എന്ത് ചോദിച്ചാൽ എനിക്ക് കിട്ടുന്നുള്ള. അതായത് പല ടൈപ്പ് കൺസെപ്റ്റ് റേ ഓപ്റ്റിക്സിൽ തന്നെ പല ഡിവിഷൻസ് ആയിട്ടുണ്ടാവും. അതായത് അതിൽ തന്നെ ഫോക്കൽ ലെങ്ത് കാണുന്നത് ഉണ്ടാവും, നമ്മുടെ ഇമേജിന്റെ വെലോസിറ്റി, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പം എല്ലാ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റൻസ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുപോലെ വരുന്ന ഏത് ക്വസ്റ്റൻ സോൾവ് ചെയ്യാം. അപ്പം എല്ലാ ഭാഗത്തു നിന്ന് ക്വസ്റ്റൻസ് കണ്ടു എന്ന് എനിക്ക് കോൺഫിഡൻസ് വരുന്നത് ഞാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു കോൺഫിഡൻസ് വരാനായിട്ട് ഓരോ ക്വസ്റ്റൻ ചെയ്യുമ്പോൾ ആ കോൺഫിഡൻസ് വരുന്നവരെ നിങ്ങൾ ക്വസ്റ്റൻ ചെയ്യണം. ക്ലിയർ? ഫോർ എക്സാമ്പിൾ മെക്കാനിക്സ് ഇപ്പോൾ എന്ത് ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? സോ ഗൈസ്, ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് ദി സെഷൻ. ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന സ്റ്റുഡന്റ് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന സ്റ്റുഡന്റ് പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നീറ്റ് എപ്പോഴാണ് നടക്കുക എന്നുള്ളത് ഇറ്റ്സ് വെരി അൺസർട്ടൈൻ. നീറ്റിന്റെ ഡേറ്റ് ഈസ് അൺസർട്ടൈൻ. സോ ആസ് നീറ്റിന്റെ ഡേറ്റ് അൺസർട്ടൈൻ ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്ലസ് ടു പഠിക്കുന്ന ഒരാളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മൾ പ്ലസ് ടുവിലാണ് എന്നെങ്കിൽ നമുക്ക് 2 എക്സാംസ് ഉണ്ട്, ശരിയല്ലേ? നമുക്ക് 2 എക്സാംസ് ഉണ്ട്. നമുക്ക് ബോർഡ് എക്സാം എഴുതാനുണ്ട്, അതുപോലെ തന്നെ എൻട്രൻസ് എഴുതാനുണ്ട്. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ പ്ലസ് ടുവിൽ പഠിച്ചിരുന്നപ്പോൾ ഞാൻ എന്താ ചെയ്തത്, ഞാൻ എൻട്രൻസ് ഫോളോ ചെയ്തു. ബോർഡ് എക്സാം ഫോളോ ചെയ്തില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ മോർ ഇമ്പോർട്ടൻസ് ഞാൻ എൻട്രൻസിന് കൊടുത്തു. അപ്പം ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് എൻട്രൻസിന് കൊടുത്തപ്പോൾ ബോർഡ് എക്സാം അതിന്റെ ബാക്കിൽ ഇങ്ങോട്ട് പോകുന്നു. ബിക്കോസ് ബോർഡ് എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് മോർ സിംപ്ലർ. കാരണം അതെന്ന് പറഞ്ഞൊരു പാസ് ഓർ ഫെയിൽ എക്സാം ആണ്. അതുകൊണ്ട് അവർക്ക് വലിയ ടഫായിട്ട് നടത്തേണ്ട കാര്യമില്ല, ശരിയല്ലേ? അപ്പോൾ അവർക്ക് വലിയ ടഫായിട്ട് നടത്തേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ കൂടുതൽ എൻട്രൻസിലോട്ട് ഫോക്കസ് ചെയ്തു. സോ ഏതൊരു കുട്ടിയും, എനി സ്റ്റുഡന്റ് ഹു ഈസ് ഫോക്കസിങ് മോർ ഓൺ എൻട്രൻസ്, ബോർഡ് എക്സാം വിൽ ബി വെരി മച്ച് സിമ്പിൾ. എൻട്രൻസിന് വേണ്ടി പഠിച്ചൊരു കുട്ടിക്ക് ബോർഡ് എക്സാം എന്തായാലും സിമ്പിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അതിന്റെ കൂടെ എന്തായാലും നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ? So I think we can wind up the session. Is it fine, guys? I hope the session was useful. Kindly give us the feedback. Okay. I'm a close plus 2 CBC report തീരുമാനിച്ചുള്ളതുകൊണ്ട് സ്റ്റഡീസ് ഒക്കെ ഭയങ്കര പോക്കാം. സ്റ്റഡീസ് ഒക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണ് സൽമ. സ്റ്റഡീസ് ഒക്കെ ഈ ഡേറ്റ് അൺസർട്ടൻ. ഞാനിപ്പോൾ നീറ്റ് PG ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ നീറ്റ് PG ക്ക് പ്രിപ്പയർ ചെയ്ത് ഞങ്ങളുടെ ഡേറ്റും ഭയങ്കര അൺസർട്ടൻ ആണ്. അപ്പോൾ ഞങ്ങൾക്കും അത് ഭയങ്കര അൺസർട്ടൻ ആണ്. അൺസർട്ടൻ ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ ആയിരിക്കും. അത് ഒരാൾക്ക് മാത്രം വരുന്ന പ്രശ്നമല്ല. ഓക്കെ, സോ അത് മൊത്തത്തിൽ നമ്മുടെ ഇപ്പോൾ മൊത്തം ഈ കോവിഡ് പാൻഡമിക് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്ന പ്രശ്നമാണ്. അത് നമ്മളെ ഇൻഡിവിജ്വലൈസ് ചെയ്ത് ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. സോ എല്ലാവരുടെയും അവസ്ഥ അതായിരിക്കും. അത് കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റാവുന്ന മാക്സിമം ഇതിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ, ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പം അത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, എങ്ങനെയാണ് അത് ഒരു ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ ചെയ്യാന്നുള്ളത് നമ്മുടെ ടാർഗറ്റ്. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ആർക്കും പറ്റും. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഒരു ദിവസം എടുത്ത് കഴിഞ്ഞാൽ ഏതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെ പണി എന്താ, ആ കുറഞ്ഞ സമയം കൊണ്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കി നല്ലൊരു റാങ്ക് വാങ്ങും. ദാറ്റ്സ് അവർ പർപ്പസ്. ഓക്കെ, സോ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ്. എൻ്റെ നമ്പർ നിങ്ങൾ ബുക്ക്മാർക്സിന്റെ നമ്പറില്ലേ, ബുക്ക്മാർക്സിന്റെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അതെൻ്റെ കയ്യിലുണ്ടാവുക ഫോൺ. ഓക്കെ, ബുക്ക്മാർക്സിന്റെ നമ്മുടെ നമ്പറിൽ ഷെയർ ചെയ്ത നമ്പറില്ലേ, പോസ്റ്ററിലെല്ലാം ഉണ്ടായിരുന്ന നമ്പർ, അതെൻ്റെ കയ്യിലുണ്ട്. ആ നമ്പർ എൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, സോ യു guys can contact me anytime. Okay, further you guys can contact me on the social media. എല്ലാ സോഷ്യൽ മീഡിയ ആഷിക പറഞ്ഞ പോലെ തന്നെ എല്ലാതരം സോഷ്യൽ മീഡിയയിൽ ഞാനുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ ഐ തിങ്ക് ദാറ്റ്സ് ഫൈൻ. ലെറ്റ്സ് വൈൻഡ് അപ്പ്.
ഓക്കെ ഗൈസ്, താങ്ക് യു എവരി വൺ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പുതിയ കാര്യങ്ങളിലും അപ്ഡേറ്റ് ആയിരിക്കണം. നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഉപകരിക്കും അത്. ഓക്കെ, സോ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് ദി സെഷൻ ഗൈസ്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, സീ യു ലേറ്റർ. ബൈ.